നിങ്ങളൊന്ന് പരിചയപ്പെട്ടാൽ കൊള്ളായിരുന്നു. ഞാൻ എല്ലാവരും ഒന്ന് ഓരോരുത്തരും അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടേ. എന്താ ചെയ്യണമെന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അശ്വന്ത് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. അശ്വന്ത് ഓഡിബിൾ അല്ലേ? ഹലോ അശ്വന്ത് കേൾക്കുന്നില്ലേ? കേൾക്കാം. ഓക്കെ. നിങ്ങളിപ്പോ കേൾക്കാം. നിങ്ങളിപ്പോ ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്? ഞാനിപ്പം സ്കെച്ചപ്പ്. ഓക്കെ. സ്കെച്ചപ്പും ഹലോ, സ്കെച്ചപ്പാണ്. റെൻഡറിങ് ഏതിലാ? ലാൻഡ്സ്കേപ്പുള്ള ഇന്റീരിയർ ചെയ്യാൻ, അല്ല ഇന്റീരിയർ സ്കെച്ചപ്പും, എക്സ്റ്റീരിയർ ലൂമിനും, അല്ല വീറയും ലൂമിനും. സോറി. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഞാൻ നിങ്ങളുടെ പേര് പലയിടത്തും കണ്ടിട്ടുണ്ട്. നമ്മളെ കൃത്യമായി ഫോളോ ചെയ്തിട്ടുണ്ട്. ബ്ലെൻഡർ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഡൗട്ട് ചോദിക്കും. അതെ അതെ. പിന്നെ മഷ്മിത എനിക്കറിയാം ആളെ. ഞാനത് മ്യൂട്ട് ആക്കണ്ടേ? ഓക്കെ. അശ്വന്തിനെ പിന്നെ മഷ്മിത നമുക്കറിയാം. നമ്മളിതുപോലെ ഡൗട്ടിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ വർക്കിന്റെ കൂടെ ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് തോന്നണ അധിക പേര് ഇനി വരാൻ ചാൻസ് ഇല്ലാന്ന്. ഒരു പക്ഷെ അവര് കരുതി കാണും കുറെ സ്റ്റാർട്ട് ചെയ്ത് കുറെ നേരം ഇനി വന്നിട്ട് കാര്യമില്ല എന്ന് കരുതുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ വെയിറ്റിംഗിലാണെന്നുള്ള അറിയാത്തവരുണ്ടാവാം. ലാസ്റ്റ് കമന്റ് ഒരു ഇതും കൂടി ഇടാം. We are waiting. Yeah. Anyone is there? ഓക്കെ. എനിവേ അത് ഒന്നാമത് ഞാൻ ലൈറ്റ് ആയി പോയി സ്റ്റാർട്ട് ചെയ്യാൻ ടോട്ടലി. ഓക്കെ, നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അവര് വരുമ്പോ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം. 10:45 കറക്റ്റ് ഏറെക്കുറെ. ഓക്കെ, ഞാനൊന്ന് മ്യൂട്ട് ആക്കുന്നുണ്ടേ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് കയറി ചോദിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്തിട്ട്. പിന്നെ മിൻഹാജ് ബ്രോനെ എനിക്കറിയാം. പിന്നെ ലാസ്റ്റ് ഉള്ള ഒരാൾ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അരുൺ ആണെന്നാണ് തോന്നുന്നത് ലാസ്റ്റ്. ഓക്കെ. അൺനോൺ ആർട്ടിസ്റ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അരുൺ ആണോന്നെങ്കിൽ പേര് കറക്റ്റ് അറിയില്ല. എനിക്ക് ഡൗട്ട് തോന്നിയാണ്. കാരണം അരുൺ പറഞ്ഞ ആളും കുറച്ച് ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് പ്രതീക്ഷിച്ചിട്ടുണ്ട് ആളെ. എനിവേ ഒരു സെക്കൻഡ് പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് മറുപടി. നിങ്ങൾക്കൊക്കെ ഇതുവരെ ക്ലിയർ അല്ലേ? അതായത് നമ്മളൊന്നും പറയട്ടൊന്നുമില്ല. മിൻഹാജ് ബ്രോ റെഡി അല്ലേ? ഒന്ന് പറയൂ, വോയിസ് പറയൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടെ? ഇപ്പൊ ഉള്ള ആളുകളൊന്ന്, അതുപോലെ ലാസ്റ്റ് ഉള്ള ആളും ഓഡിബിൾ ആണെങ്കിൽ ഒന്ന് സംസാരിക്കും. മഷ്മിത എല്ലാവരും ഒന്ന് യെസ് പറയുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. മഷ്മിത കേൾക്കുന്നുണ്ടാ? ഓക്കെ. മിൻഹാജ് ബ്രോ ഓക്കെയാണ്. പിന്നെ ലാസ്റ്റ് ഉള്ള ആളും ഓക്കെ ഓഡിബിൾ ആണെന്ന് കരുതുന്നു. നമ്മൾ ഏതായാലും സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോ ഇത് നിങ്ങൾക്ക് ഈ ഇന്റർഫേസിൽ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ള. പറ്റുകയാണെങ്കിൽ ഒരാൾ ഇടയ്ക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ കാര്യം എന്ന് വെച്ചാല്, ഞാനിപ്പോ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. ബേസിക് ഇവിടുന്ന് ആണ് നിങ്ങൾക്ക് മനസ്സിലാവച്ച ഇവിടുന്ന് പറയാം. മറ്റേത് നമ്മൾ വേറെ ഒന്നുമല്ല. നമുക്ക് കുറച്ച് വർക്ക് ഇതുപോലെ നമുക്ക് യു വി എഡിറ്റിങ്ങിന് ഒരു ഏരിയ ഉണ്ട്, ഷെയ്ഡിങ്ങിന് ഒരു ഏരിയ ഉണ്ട്. അതുപോലെ ഇവര് ബ്ലെൻഡറിൽ തന്നെ ഓൾറെഡി നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത കുറച്ച് എന്താ പറയാ, ഇത് നമ്മൾ ഒരു വർക്കിംഗ് ലേഔട്ട് എന്ന് വിളിക്കാം. വർക്കിംഗ് ലേഔട്ടുകളാണിത്. അപ്പൊ ഇതെല്ലാം എല്ലാം ശരിക്കും പറയുകയാണെങ്കിൽ ഒരേ സ്ഥലത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമുക്ക് ഒന്നുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അതിന് പ്രത്യേക പേരിട്ടിട്ട് ഇങ്ങനെ വേറെ വേറെ സെപ്പറേറ്റ് ചെയ്ത് തന്നെന്നുള്ളൂ. കാരണം ഒരു കാര്യം പറയുമ്പോൾ നമ്മളിപ്പോ വീഡിയോ എഡിറ്റിങ്ങിന്റെ ഇത് നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും. അതായത് പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റിംഗ് എടുക്കാം. അപ്പൊ വീഡിയോ എഡിറ്റിംഗ് തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു വീഡിയോ എഡിറ്ററിന്റെ വർക്കിംഗ് ലേഔട്ട് എങ്ങനെയാണ് ഉണ്ടാവുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ നമുക്ക് നമ്മുടെ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിന് പറ്റിയൊരു വർക്കിംഗ് ലേഔട്ട് അവർ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏത് ലേഔട്ടാണ് എടുക്കുന്നത് ആ ലേഔട്ടിന്റെ ആ ഒരു വർക്കിംഗ് ലേഔട്ടിന്റെ
ടെംപ്ലേറ്റ് ആണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വ്യത്യസ്ത ടെംപ്ലേറ്റ്സ് ആണിത്. അപ്പൊ നമ്മളിപ്പോ നോർമലി ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു ലേഔട്ട് എന്നുള്ള ഒരു ഭാഗത്ത് തന്നെയാണ്. അപ്പോ ഈ ലേഔട്ടില് മോഡലിംഗ് എന്ന് പറഞ്ഞ ഭാഗത്താണ് ഇപ്പൊ നമ്മളുള്ളത്. ഒരാളും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതാരാ? മിൻഹാജ്. അപ്പൊ 2 മിൻഹാജോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വർക്കിംഗ് ലേഔട്ടിൽ ഫസ്റ്റ് മോഡലിംഗിന്റെ ഏരിയയിൽ ഇതിൽ നമ്മൾ ടൂൾസ് ഒക്കെ കഴിഞ്ഞ് യൂട്യൂബ് ക്ലാസ്സിൽ അറിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ കുറച്ചൊക്കെ ഫോളോ ചെയ്ത ആൾക്കാരാണെങ്കിൽ അതൊന്നും എനിക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഞാൻ ഇനി എല്ലാം സ്റ്റാർട്ടിങ്ങിൽ നിന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഏറെക്കുറെ അറിയുന്ന ആളുകളാണോ സ്റ്റാർട്ടിങ്ങിൽ? അതായത് നമ്മളൊരു പുതിയ ഒബ്ജക്റ്റ് കൊണ്ടുവരാൻ ഷിഫ്റ്റ് ചെയ്യേ, എനിക്ക് അതൊന്നും അറിയണം. നിങ്ങൾക്ക് എത്രത്തോളം അറിയുന്ന അറിയാത്തതുകൊണ്ട് എനിക്ക് ഏറ്റവും ബേസിക്കും തുടങ്ങണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അശ്വന്തിന് എത്രത്തോളം അറിയുമെന്ന് റിപ്ലൈ തരും. ബ്ലെൻഡർ ഞാൻ ജസ്റ്റ് ഇപ്പാണ് ക്ലാസ് കണ്ടത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ യൂട്യൂബ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ. ആ അഷ്മിതാന്റെ കാര്യം എനിക്കറിയാം. സ്റ്റാർട്ട്. ഓക്കെ. മിൻഹാജ് ബ്രോ സ്റ്റാർട്ടിംഗ് എന്ന് പറയട്ടെ. നിങ്ങളെ കുറച്ചൊക്കെ ബ്ലെൻഡർ വീഡിയോ കണ്ടിട്ടുണ്ടാവും, എന്നാലും സ്റ്റാർട്ടിംഗ് എന്ന് പറയട്ടെ. മിൻഹാജ് ബ്രോ വോയിസ് റിപ്ലൈ എവിടെ നിന്ന് പറയണം? സ്റ്റാർട്ടിംഗ് എന്ന് പറയല്ലേ? കുറച്ച് ടൂൾസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി. എനിക്ക് നിങ്ങൾ എന്തോ പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ കേൾക്കുന്നില്ല. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. ഇവിടെ ഇവിടെ വോയിസ് കേൾക്കുന്നില്ല. അൺമ്യൂട്ടാണെന്ന് മനസ്സിലാവുന്നു, പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ. എനിവേ ഞാനത് സ്റ്റാർട്ടിങ് തന്നെ പറയാം. ആ എന്താ പറഞ്ഞു? എന്തോ വോയിസ് പറഞ്ഞു, കേട്ടില്ല. എന്തായാലും ഫസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയാം. ഓക്കെ 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 ഡൺ. ഓക്കെ. അപ്പൊ നമ്മള് ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒന്നും കൂടി ആദ്യം എന്ന് പറയാം. ഞാൻ ഏറ്റവും ബേസിക് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്ത് പറയാം, അത് ഏറ്റവും നല്ലത്. അപ്പൊ ഞാൻ ഇവിടെ ഞാൻ ഡോൺ സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ. ഇത് എന്റെ മോണിറ്റർ മെയിൻ ഡെസ്ക്ടോപ്പ്. അതിൽ ഞാൻ 4.4, 4.2 ഉണ്ട്, 4.3 ഉണ്ട്, കൂടാണ്ട് 3.6 ഒക്കെ എന്റെ ഉണ്ട്, ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഞാൻ 4.3 ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് എല്ലാതും ഏകദേശം സെയിം ആണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ ചില ഫീച്ചേഴ്സ് ഒക്കെ എക്സ്ട്രാ അഡീഷണൽ വരും. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ 4.3 ആണ്, സ്റ്റേബിൾ വെർഷൻ. പിന്നെ അത് ബീറ്റ വെർഷൻ ഇറങ്ങിയിട്ടുണ്ട് 4.4ന്റെ. അത് എന്റെ ഉണ്ട്, സെയിം ആണ്. ചെറിയ ഫീച്ചേഴ്സ് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ബീറ്റ വെർഷൻ ഞാൻ പറയുന്നില്ല, 4.3 തന്നെ പറയാം, സ്റ്റേബിൾ. ഓക്കെ ഡൺ. ഇപ്പോഴാണ് ഏറ്റവും ഫ്രഷിൽ നമ്മൾ സംഭവം ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ബ്ലെൻഡർ. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങളതിൽ ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ വരിക. ഫസ്റ്റ് ടൈം ഓക്കെ, ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അതിൽ നമ്മളോട് ചോദിക്കുകയാണ്, ഈ ഒരു സംഭവം വരില്ല. ഈ സംഭവം എന്താ വെച്ചാൽ നിങ്ങൾ മുന്നേ ബ്ലെൻഡർ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാത്രമേ ഇത് വരുള്ളൂ. എന്നോട് ചോദിക്കുന്നത് പഴയ 4.2 പ്രിഫറൻസ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യട്ടെ എന്നാണ്. എന്റെ 4.2 ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ കുറെ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഷോർട്ട് കട്ട് ഇതിലേക്ക് കൊണ്ടുവരട്ടെ, ഷോർട്ട് കട്ട് മാത്രമല്ല എല്ലാം കംപ്ലീറ്റ് സെറ്റിംഗ്സ് 4.3ലേക്ക് കൊണ്ടുവരട്ടെ എന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം മാറിയിട്ട് ഞാൻ 4.2 യൂസ് ചെയ്യുന്നതിന്റെ ഏകദേശം സെയിം സെറ്റപ്പിലേക്ക് എത്തും. അപ്പോൾ അത് നിങ്ങളിൽ വരില്ല. ഈ ഭാഗത്തുള്ള കാര്യങ്ങളാണ് നിങ്ങളിൽ വരിക. ഇതിൽ ക്രിയേറ്റ് ന്യൂ പ്രിഫറൻസ് വരുന്നുണ്ട്. ഏത് ലാംഗ്വേജ് ആണ്, ഡാർക്ക് തീം തന്നെ മതിയോ, തീം വേണമെങ്കിൽ വേറെ പലതുണ്ട്, അത് ഏതെങ്കിലും തീം കൊടുക്കാം. പിന്നെ ലെഫ്റ്റ് ബട്ടൺ വേണോ റൈറ്റ് ബട്ടൺ വേണോ നമുക്ക് സെലക്ട് ചെയ്യാൻ. സാധാരണ പഴയ ബ്ലെൻഡറിലൊക്കെ റൈറ്റ് ബട്ടൺ ആയിരുന്നു സെലക്ട് ചെയ്യാൻ. ഇപ്പൊ ലെഫ്റ്റ് തന്നെയാണ്. നമ്മൾ എല്ലാ സോഫ്റ്റ്വെയറിലും ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ സ്പേസ് ബട്ടൺ പ്ലേ ആണോ, ടൂൾസ് ആണോ, സെർച്ച് ആണോ വേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോ പ്ലേ തന്നെ ഇരിക്കട്ടെ, മാറ്റുന്നില്ല, തൽക്കാലം മാറ്റുന്നില്ല. ഞാൻ മാറ്റും, പിന്നീട് മാറ്റും. എനിവേസ് സേവ് ന്യൂ പ്രിഫറൻസ് അത് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്പ്ലാഷ് സ്ക്രീൻ വരും. ഇപ്പൊ നിങ്ങൾ കണ്ട ആ സംഭവം സ്പ്ലാഷ് സ്ക്രീൻ ആണ്. ഈ ഒരു സംഭവം സ്പ്ലാഷ് സ്ക്രീൻ ആണ്. എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതാ പുറത്ത് ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ജനറൽ ക്ലിക്ക് ചെയ്യാം. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ഞാൻ ജനറൽ ക്ലിക്ക് ചെയ്യാണ്. ജനറൽ ക്ലിക്ക് ചെയ്തപ്പോൾ ബേസിക്കലി നമുക്ക് ബ്ലെൻഡറിൽ വരുന്ന ഇത് വന്നിട്ടുണ്ട്. എന്താ പറയാ, വ്യൂ പോർട്ട് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്.
പിന്നെ ഇതിൽ നമുക്ക് എല്ലാത്തിലും കാണുന്ന പോലെ ആക്സിസ് കാണാൻ പറ്റും, അതുപോലെ ഗ്രിഡ് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമ്മൾ വ്യൂ പോർട്ടിൽ നിങ്ങൾ ആദ്യം കാണാം. പിന്നെ വ്യൂ പോർട്ടിന് താഴെ ഇവിടെ ഒരു ടൈം ലൈനർ കാണാം, 3ds മാക്സിലൊക്കെ ഉള്ള പോലെ ഒരു ടൈം ലൈനർ. ഇത് ആനിമേഷൻ ചെയ്യുമ്പോഴൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ടൈം ലൈനർ ആണ്. പിന്നെ നമുക്ക് ഇവിടെ ടൂൾസ് ഉണ്ട്, സെലക്ഷൻ ടൂൾ ആണ്, 3D കഴ്സർ ആണ്, ഇത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. മൂവ് ടൂൾ ഉണ്ട്, 3D കഴ്സറിനൊക്കെ ചിലപ്പോൾ യൂട്യൂബ് കണ്ട ആൾക്കാർക്ക് അറിയുണ്ടാവും. പിന്നെ മൂവ് ടൂൾ ആണ്, റൊട്ടേറ്റ് ആണ്, സ്കെയിൽ ആണ്, ട്രാൻസ്ഫോർമേഷൻ, ഇതെല്ലാം കൂടിയിട്ടുള്ളത്, ഈ 3 കാര്യം കൂടി കൂടിയിട്ടുള്ളത്. പിന്നെ അനോട്ടേഷൻ, നമുക്ക് അതിൽ അനോട്ടേറ്റ് ചെയ്ത് കാണിക്കണമെങ്കിലൊക്കെ. പിന്നെ അതുപോലെ മെഷർമെന്റ് ടൂള്, പിന്നെ ഒരു അഡീഷണൽ ഒരു ക്യൂബ് ഒക്കെ 3ds മാക്സിലൊക്കെ ചെയ്യുന്ന പോലെ ക്യൂബ് വെച്ചിട്ട് വരക്കുന്ന സംഭവം. പക്ഷെ ഇതൊന്നും ഞാൻ അത്ര യൂസ് ചെയ്യാറില്ല, അത് കാരണം ഇതിൽ നമുക്ക് ഡയമെൻഷൻ ഒന്നും കറക്റ്റ് കൊടുക്കാൻ പറ്റില്ല എന്നല്ല, ഇപ്പൊ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ ഇതിന്റെ ലൊക്കേഷൻ മാറുന്നുണ്ട്, പക്ഷെ ഒരു പ്രോപ്പർ ഡയമെൻഷൻ കൊടുക്കുന്ന സിസ്റ്റം ഇതിൽ വരുന്നില്ല, നമുക്ക് അതിന്റെ സൈസ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ ഈ ഒരു മെത്തേഡ് അല്ല നമ്മൾ 3ds മാക്സിൽ യൂസ് ചെയ്യുന്ന പോലെ അല്ല നമ്മൾ ഇതിലൊരു ക്യൂബോ കാര്യങ്ങളോ കൊണ്ടുവരിക. ഇതൊരു അഡീഷണൽ നമ്മളെ ആനിമേഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രിസിഷൻ മെഷർമെന്റിലാണല്ലോ നമ്മൾ എല്ലാ കാര്യവും ചെയ്യുക, പക്ഷെ ഇത് ആനിമേഷന് വേണ്ടിയിട്ടുള്ള. സോ ഇതിന് ഡയമെൻഷൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ബ്ലെൻഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് ഒരു മായ പോലെയൊക്കെ തന്നെ. ഇതിൽ 3ds മാക്സിന്റെ പോലെ കംപ്ലീറ്റ്ലി ആൾട്ടർനേറ്റീവ് 3ds മാക്സ് സോഫ്റ്റ്വെയർ അല്ല, ഒരു മായയുടെ ഓപ്പോസിറ്റോ ആൾട്ടർനേറ്റീവോ അല്ലെങ്കിൽ പല സോഫ്റ്റ്വെയർ ആയിട്ട് മിക്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ. സോ നമുക്കിത് കംപ്ലീറ്റ്ലി ഒരു ആർക്കിടെക്ചറൽ ഡ്രോയിങ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് പറയാൻ പറ്റൂല, പക്ഷെ ഇതിലെല്ലാം ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, ആരോ ജോയിൻ ചെയ്യാൻ നോക്കുന്നുണ്ടേ. ഓക്കെ, അഡ്മിറ്റ്. ഇതിൽ ചില ആളുകൾ കാണുന്നില്ലല്ലോ. ഓക്കെ, എനിവേ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടില്ലേ? ഈ ഒരു സംഭവം നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ടൂളാണ് മെയിൻ ആയിട്ട്. ഇനി റിട്ടേൺ ഇതിലേക്ക് തന്നെ വരാം. നമ്മളെ ഫസ്റ്റ് സെലക്ഷൻ ടൂൾ, നിങ്ങൾക്ക് അറിയാലോ, സെലക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളാണ്. ഇതൊക്കെ തന്നെ കാര്യം. പിന്നെ 3D കഴ്സർ പറഞ്ഞാൽ ഒരു ഒരു പ്രത്യേക ഒരു ടൂളാണ്, അത് നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റും. അതിന് ഓക്കെ, എന്റെ ഇത് മിസ്സായെന്ന് തോന്നുന്നല്ലേ, നമ്മുടെ ഓ നമ്മുടെ സ്ക്രീൻ കാസ്റ്റിംഗ് ഞാൻ പറയാം. ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ 3D കഴ്സറിനെ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. അതിന്റെ യൂസ് എന്ന് വെച്ചാല് ഈ ഒരു ക്യൂബിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഷിഫ്റ്റ് എസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെലക്ഷൻ ടു കഴ്സർ എന്ന് പറഞ്ഞ സംഭവം ക്ലിക്ക് ചെയ്താൽ അങ്ങോട്ട് വരും. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോ കണക്റ്റ് ആവില്ല, കാരണം നമ്മളൊരു വർക്ക് ചെയ്ത് വരുമ്പോഴേ കണക്റ്റ് ആവുള്ളൂ, ശരിയല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്ലാൻ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും തൽക്കാലം മറക്കാം. ഓക്കെ, ഈ അനോട്ടേഷൻ കളയണം, അതിന് നമുക്കിങ്ങനെ മായ്ച്ചു കളയാൻ പറ്റും. പിന്നെ ഞാനൊരു പ്ലാൻ ഇമ്പോർട്ടിന്റെ കാര്യം പറയാം. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ബ്ലെൻഡർ ഫസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ പല സാധനങ്ങളും ഉണ്ടാവില്ല. അതായത് ഇമ്പോർട്ട് ചെയ്യാനുള്ള നമ്മളെ ഫയൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള CAD ഇമ്പോർട്ട് ചെയ്യാനുള്ള സംഭവം, ഇത് ഇമ്പോർട്ടിലേക്ക് വന്നു, ഫയലിൽ വന്ന് ഇമ്പോർട്ടിലേക്ക് വന്നു. ഇതിൽ വന്നപ്പോ കണ്ടോ, ഇതില് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കൊളായ്ഡ് ഫയൽ ഇമ്പോർട്ട് ചെയ്യാം, FBX ഇമ്പോർട്ട് ചെയ്യാം, GLTB, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ചില ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യാം, OBJ ഫയൽ ഇമ്പോർട്ട് ചെയ്യാം. പക്ഷെ CAD വരുന്നില്ല. CAD ഇമ്പോർട്ട് ചെയ്യാൻ നമ്മൾ അഡീഷണൽ ഇതിൽ അശ്വന്തിനെ മിസ്സായല്ലോ. അശ്വന്ത് ഇവിടെ ഇല്ലേ? അശ്വന്ത് ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഓക്കെ, എനിവേ, നമ്മള് എന്നാ പറഞ്ഞത്, CAD ഇമ്പോർട്ടിന്റെ കാര്യം നമ്മൾ സംസാരിച്ചിരിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ CAD ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യമേ നമുക്ക് ഇമ്പോർട്ടന്റ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന്റെ എഡിറ്റിൽ വന്ന് പ്രിഫറൻസിൽ വന്നിട്ട് ഇവിടെ സെറ്റിംഗ്സിൽ വന്നാൽ, പ്രിഫറൻസിൽ വന്നു കഴിഞ്ഞാൽ ഇന്റർഫേസ് ഉണ്ട്, വ്യൂ പോർട്ട്, ലൈറ്റ് എഡിറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. അതിൽ ആഡ് ഓൺസ് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ആഡ് ഓൺസിൽ വന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്താൽ CAD സെർച്ച് ചെയ്ത് നോക്കുക. CAD സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇമ്പോർട്ട് ഓട്ടോക്യാഡ് പറഞ്ഞുള്ള ഒരു ഇതൊക്കെ ആഡ് ഓൺസ് ആണ്. ഓക്കെ, ഈ ആഡ് ഓൺസിൽ 3 ആഡ് ഓൺ വന്നിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ട് ഓട്ടോക്യാഡ് പറഞ്ഞുള്ള സംഭവം DXF ഫയലാണ് ഇമ്പോർട്ട് ആവുക. അതുകൊണ്ട് .DXF ഫയലിലേക്ക് നമ്മൾ എന്താണോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് DXF ഫയലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. CAD-ൽ നിന്ന്, നമ്മൾ ഓട്ടോക്യാഡിൽ നിന്ന് DXF കൺവേർട്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരിക്കൽ ആഡ് ഓൺസിൽ വന്നിട്ട് ഈ സംഭവം ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ആക്റ്റീവ് ആവും. അത് ടിക്ക് ഇട്ടതിന് ശേഷം നമ്മൾ സേവ് ചെയ്യണം.
അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഇമ്പോർട്ട് മിസ്സായിട്ട് സാധാരണ പോലെ കിടക്കും. അപ്പോൾ വീണ്ടും സെർച്ച് ചെയ്ത് വീണ്ടും ടിക്ക് ഇടണം. അങ്ങനെ എപ്പോഴും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുക. അപ്പൊ പിന്നെ ഈ സെറ്റിംഗ്സ് ഇവിടെ സേവ് ആയി. ഓക്കെ, ഇനി നമ്മൾ ഫയൽ വരുന്നു, ഇമ്പോർട്ട് വരുന്നു, ഓട്ടോകാഡ് കണ്ടില്ലേ, ഓട്ടോകാഡ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു കണ്ടീഷൻ ഉണ്ട്, അത് DXF ഫയലാണ്. DXF, DWG സപ്പോർട്ട് അല്ല, DXF. അപ്പൊ ഇതൊക്കെ നമ്മൾ DXF ആയിട്ട് മുന്നേ സേവ് ചെയ്ത് വെച്ചാണ്. നമ്മൾ പഴയ വർക്കുകൾ ഏതെങ്കിലാണ്. അപ്പൊ ഞാൻ തൽക്കാലം ഈ മൊഹത്താജ് പറഞ്ഞിട്ടുള്ള DXF ഫയലാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് കുട്ടിക്കും. അല്ലെങ്കിൽ നമ്മളൊരു കണ്ടസ്റ്റ് വർക്ക് പറഞ്ഞിട്ട് സംഭവം എടുക്കുന്നുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യണം, കണ്ടസ്റ്റ് വർക്കിന്റെ DXF ഫയൽ ഇമ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് DXF നിങ്ങൾക്ക് ഓട്ടോകാഡിൽ DXF ഫയലായിട്ട് സേവ് ചെയ്യാൻ അറിയില്ല. ഇനി ഞാനത് വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അറിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിയുന്നവരായിരിക്കും മിക്കവാറും അല്ലെ. ഒന്നുമല്ല, നമ്മൾ സേവ് ആസ് ക്ലിക്ക് ചെയ്യുമ്പോൾ DWGന്റെ താഴെ വന്നു കഴിഞ്ഞാൽ DXF എന്ന് കാണുന്നുണ്ടാവും. അത് വെച്ച് സേവ് ചെയ്യുക. അത് വെച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഞാൻ DXF ഫയൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഇമ്പോർട്ട് ടെക്സ്റ്റ് ഉണ്ട്, ഇമ്പോർട്ട് ലൈറ്റ് ഉണ്ട്. ഈ രണ്ട് സംഭവം നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ചില കേസിൽ അത് വന്നോണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചില കേസിൽ ടെക്സ്റ്റ് ഒക്കെ വലിയ സൈസ് ആയി കിടക്കും. അപ്പൊ അത് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാൻ വേണ്ടി ടെക്സ്റ്റ് ഒന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. കാരണം നമുക്ക് പ്ലാൻ ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. ടെക്സ്റ്റ് ഒക്കെ വന്നാൽ കുഴപ്പമൊന്നുമില്ല. ചില സമയത്ത് ഞാൻ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ഓഫ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ്, ഇപ്പൊ ഏത് റൂമാണ്, എന്താ ഡയമെൻഷൻ എന്നൊക്കെ കാണണമെങ്കിൽ നമ്മൾ CAD ഇവിടെ ഉണ്ടല്ലോ, CAD വഴി ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് പ്ലാൻ എന്തായാലും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഇപ്പൊ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഫയൽ ഒരു മീറ്ററിലാണ് കിടക്കുന്നത് വെച്ചാൽ ആ മീറ്ററിനെ നമുക്ക് വേറൊരു സ്കെയിലിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മളത് മാറ്റി കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഇവിടെ തൽക്കാലം മാറ്റുന്നില്ല. ചില കേസിൽ MM-ലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ MM-അനുസരിച്ച് ഇത് ബേസിക്കലി മീറ്ററിൽ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഒരു മീറ്ററിൽ ചെയ്ത വർക്ക് ആണെങ്കിൽ മീറ്ററിൽ തന്നെ കിടന്നോട്ടെ. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ മീറ്ററിൽ തന്നെ ഇമ്പോർട്ട് ആക്കാം. അതല്ല അത് MM-ലാണെങ്കിൽ നമ്മൾ അത് സാധാരണ MM-ലേക്ക് സ്കെയിൽ ചെയ്യണ പോലെ 0.001 ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ഞാനിവിടെ 1 തന്നെയാണ് ഇപ്പൊ ചെയ്യണത്. എന്നിട്ട് ഇപ്പൊ അത്രേ ഉള്ളൂ. നമ്മൾ കണ്ടസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞ സാധനം ക്ലിക്ക് ചെയ്തു. ഇതില് ഇമ്പോർട്ട് ടെക്സ്റ്റും കളഞ്ഞു, ഇമ്പോർട്ട് ലൈറ്റും കളഞ്ഞു. യൂണിറ്റ് സ്കെയില് വേണ്ട പോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഒന്നും മാറ്റുന്നില്ല. ഓക്കെ, ഇമ്പോർട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ ഒന്നും കാണുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഒരു ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് വ്യൂ പോർട്ട് ആണ്. ഇത് നമ്മുടെ ലേയേഴ്സ് പോലെ, ഫോട്ടോഷോപ്പിലെ ലേയേഴ്സ് പോലെ, അല്ലെങ്കിൽ പിന്നെ 3ds Maxൽ ഉണ്ടല്ലോ ലേയേഴ്സ്, അതുപോലെ തന്നെ ഒരു ഫോട്ടോഷോപ്പ് ലെയർ പോലെ നിങ്ങൾ കണ്ടാൽ മതി. സ്കെച്ചപ്പിൽ ടാഗ് ഒക്കെ പോലെ എന്ന് പറയാം. ടാഗ് ഉണ്ട് സ്കെച്ചപ്പിൽ, അപ്പൊ അതുപോലെ എന്ന് പറയാം. അപ്പൊ ഫോട്ടോഷോപ്പിൽ ലെയർ ആവുമ്പോൾ നമ്മൾ ഈ സൈഡ് ഇവിടെ കാണുന്ന സംഭവത്തിന്റെ സെയിം ലെയർ അല്ലേ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫോട്ടോഷോപ്പിൽ ഇവിടെ. അതേപോലെ ഇവിടെ നമുക്ക് ഇവിടെ എന്ത് ഉണ്ട് അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വരും. അപ്പൊ ഇവിടെ ഉള്ള സംഭവം നമ്മൾ കാണാത്ത വേറെ ഒന്നല്ല, നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സാധനം അത്രയും സൈസ് കൂടിയതോ അല്ലെങ്കിൽ കുറഞ്ഞതോ ആണ്. അതുകൊണ്ട് അപ്പൊ നമ്മൾ ഒന്നും ചെയ്യണ്ട. ഇവിടെ ഇമ്പോർട്ട് ചെയ്ത ഒബ്ജക്ട്സിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളെ ഞാൻ ആഡ് ഓൺ ഒന്ന് ഓൺ ആക്കട്ടെ. നിങ്ങൾക്ക് ബട്ടൺസ് കാണുന്നുണ്ടാവില്ല. എനിവേ ഞാനിപ്പോ പറഞ്ഞതിന് ശേഷം ആഡ് ഓൺ ഓൺ ആക്കാം. അപ്പൊ ഏതെങ്കിലും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം, അല്ല ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം, നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഒബ്ജക്റ്റ് ആണ് ഈ എടുക്കണതെല്ലാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇമ്പോർട്ട് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കും നമ്മളിപ്പോ ഒരു പ്ലാൻ മാത്രമേ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, പിന്നെ ഇങ്ങനെ ഇത്രയും ഒബ്ജക്റ്റ് എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഒരു പ്ലാനിന്റെ ഉള്ളിൽ കുറെ ഫയൽസ് ഉണ്ടല്ലോ, ബ്ലോക്സ് ആയിട്ടും ലൈൻ ആണെങ്കിലും പല ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ അതില് ഒബ്ജക്റ്റുകളാണ് ഈ കാണുന്നതെല്ലാം. നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ഫർണിച്ചർ ഇങ്ങനെയുള്ള ഒരു സംഭവം അതിലുണ്ട്, ആ പ്ലാനിലുണ്ട്. നമ്മളെ ലേയേഴ്സിൽ കാണുന്നുണ്ടാവും ഇഷ്ടം പോലെ, അതുപോലത്തെ സംഭവം തന്നെ. അപ്പൊ നമ്മൾ ഫർണിച്ചർ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളെ നമ്പർ പാഡിലെ ഡോട്ട് ഉണ്ടല്ലോ, നമ്പർ പാഡിലെ ഡോട്ട് ഡോട്ട് എന്ന് വെച്ചാൽ നമ്മളെ ഫുൾ സ്റ്റോപ്പ് ബട്ടൺ അല്ലെങ്കിൽ ഡോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്കെച്ചപ്പിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഒബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഡോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അതിലേക്ക് സൂം ഇൻ ആവും. ഇപ്പൊ ഇവിടെ ഒരു സാധനം ക്ലിക്ക് ചെയ്തു, ഞാൻ ഡോട്ട് ക്ലിക്ക് ചെയ്തു, അപ്പൊ സൂം ഇൻ ആവും. ഇതേ ഫംഗ്ഷൻ തന്നെ ഞാൻ ഇവിടെ ചെയ്തത്. നമ്മളിപ്പോ ഇവിടെ എവിടെയോ ആണ് കിടന്നിരുന്നത്, നമ്മൾ കിടന്നിരുന്നത്. അപ്പൊ നമ്മൾ ഇതിലൊരു ഇത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഡോട്ട് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പ്ലാനിൽ ആ ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നത് അങ്ങോട്ട് സൂം ഇൻ ആവും. അപ്പൊ പെട്ടെന്ന് നമുക്ക് പ്ലാൻ എവിടെയെന്ന് കണ്ടെത്താൻ എളുപ്പമാണ്. അത് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ ആഡ് ഓൺ ഒന്ന് ഓൺ ആക്കട്ടെ. മറ്റേ സ്ക്രീൻ കാസ്റ്റ് ഒന്ന് ഓൺ ആക്കട്ടെ. ഓക്കെ, അഡ്മിറ്റ്. സ്ക്രീൻ കാസ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ എഡിറ്റിൽ വന്നിട്ട് പ്രിഫറൻസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പ്ലാൻ ഇമ്പോർട്ട് ചെയ്തു. ആ പ്ലാൻ ഇമ്പോർട്ട് ചെയ്തത് വീണ്ടും പ്രിഫറൻസിൽ വന്നിട്ട് നമുക്ക് സ്ക്രീൻ കാസ്റ്റ് പറഞ്ഞ സംഭവം ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്യണം.
അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സെർച്ച് ചെയ്ത് ഇവിടുന്ന് വേണമെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്കിൽ ഇൻസ്റ്റാൾ ഫ്രം ഡിസ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റാൾ ഫ്രം ഡിസ്കിൽ നേരത്തെ ഞാൻ സേവ് ചെയ്ത് വെച്ച ബ്ലെൻഡർ ആഡ് ഓൺസിന്റെ ഭാഗത്തേക്ക് വന്നിട്ട് ഇതില് സ്ക്രീൻ കാസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുന്നു. സ്ക്രീൻ കാസ്റ്റ് സെർച്ച് ചെയ്തു, അത് ക്ലിക്ക് ചെയ്തു, ഇൻസ്റ്റാൾ ഫ്രം ഡിസ്ക് അത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അത് ഇൻസ്റ്റാളേഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ വന്നിട്ടുണ്ട്, അത് ആക്റ്റീവ് ആണ്. അപ്പോൾ ആക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇനി പ്രത്യേകിച്ച് ആക്റ്റീവ് ആക്കാനില്ല. ടിക്ക് ഇടലാണ് ആക്റ്റീവ് എന്നാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നമ്മളെ ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മളെ ആഡ് ഓൺസ് വരെ അധികവും ഈ റൈറ്റ് സൈഡിലാണ്. അതിൽ എൻ പാനൽ എന്ന് പറയും. ഇപ്പൊ നമുക്കൊന്നും കാണില്ല. നമ്മളെ സാംസങ്ങിലെ എഡ്ജോ എന്തൊരു ഫീച്ചറില്ലേ അതുപോലെയാണ് സംഭവം. എന്നെ ക്ലിക്ക് ചെയ്താൽ ഈ സംഭവം പുറത്ത് വരും. അതിൽ നമുക്ക് സ്ക്രീൻ കാസ്റ്റ് ആഡ് ഓൺ കാണാനുണ്ട്. ആ ആഡ് ഓണിൽ വന്നിട്ട് അതൊന്ന് ആക്റ്റീവ് ആക്കുക. അത് നമ്മൾ ഓൺ ആക്കുകയാണ്. അപ്പോൾ ഈ ടിക്ക് ഇട്ട് കൊടുത്ത് ഈ ടിക്ക് ഇട്ട് കൊടുത്തപ്പോൾ ആക്റ്റീവ് ആയി. ഇപ്പൊ നിങ്ങൾക്ക് കാണാല്ലേ ഞാൻ ഇവിടെ എന്താണ് ക്ലിക്ക് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ എന്നാണ് എൻ പാനലിൽ എന്നെ ക്ലിക്ക് ചെയ്തു, അത് ഇവിടെ വന്നു. രണ്ടു വട്ടം ക്ലിക്ക് ചെയ്തപ്പോൾ *2 എന്ന് വന്നു. ഓക്കെ, ഇനി നമുക്ക് ഞാൻ ഇവിടെ എന്ത് ക്ലിക്ക് ചെയ്യണം എന്നുള്ളത് പറയുകയും ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഫയൽ വന്ന് ഇമ്പോർട്ട് വന്നു, ഇതിൽ ഓട്ടോകാഡിന്റെ ആഡ് ഓൺ ഉണ്ടായില്ല. അപ്പൊ നമ്മൾ ഇതിൽ സെറ്റിംഗ്സ് പ്രിഫറൻസിൽ പോയി സെറ്റിംഗ്സിൽ ഓട്ടോകാഡിന്റെ ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്തു. വൺ ടൈം നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് ചെയ്ത് വെച്ചാൽ പിന്നെ ഒരിക്കലും നമുക്ക് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരിക്കൽ നമ്മൾ അത് സേവ് ചെയ്തുകൊണ്ട് നമ്മൾ ഇനി വീണ്ടും ഫയലിൽ വന്നിട്ട് ഇമ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോകാഡ് ഫയൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള സംഭവം വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ഇമ്പോർട്ട് ചെയ്യാനുള്ളത് അത് DX ഫയൽ ആയിരിക്കണം. ഒരു പ്ലാൻ ആണെങ്കിൽ ആ പ്ലാനും DXF ഫോർമാറ്റ് ആണ്. ആ ഫോർമാറ്റിലേക്ക് നമ്മൾ കാഡിൽ നിന്ന് തന്നെ കൺവേർട്ട് ചെയ്തിരിക്കണം. അത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ സേവ് ചെയ്തോ അത് നമുക്ക് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇമ്പോർട്ട് ടെക്സ്റ്റും ഇമ്പോർട്ട് ലൈറ്റും ഇവിടെ ടിക്ക് ഉള്ളത് ഓഫ് ആക്കുക. അത് നമ്മളെ ഇഷ്യൂസ് ഒക്കെ കുറക്കും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ സ്കെയിൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അത് ഈ സ്കെയിലിൽ വന്നിട്ട് മാറ്റി കൊടുക്കുക. 1 ആണെങ്കിൽ 1, അല്ലെങ്കിൽ 0.1 ആണെങ്കിൽ 0.1, 10 ആണെങ്കിൽ 10, ആ രീതിയിൽ നമ്മൾ സ്കെയിൽ ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഇമ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫയൽ ഇതിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫയൽ എവിടെയെന്ന് അറിയുന്നുണ്ടാവില്ല. അത്രയും കേസുകൾ നമ്മൾ ലേഔട്ടിൽ വന്നിട്ട്, അല്ലെങ്കിൽ ഇതിന് ഔട്ട്ലൈനർ എന്ന കറക്റ്റ് പറയാം. ഔട്ട്ലൈനറിൽ വന്നിട്ട് നമുക്ക് വേണ്ട ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കീബോർഡിൽ നമ്പർ പാഡിൽ വന്നിട്ട് രണ്ട് ഡോട്ട് വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ നോർമൽ കീബോർഡിന്റെ കോമ ഡോട്ട് വരുന്ന ഏരിയ, അതല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ നമ്പർ പാഡ്സ് ഉണ്ടല്ലോ, നമ്പർ പാഡ്സിൽ വരുന്ന ഡോട്ട് ബട്ടൺ അത് ക്ലിക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് സൂം ഇൻ ആയിട്ട് വരും. നമ്മൾ എന്താണ് ഒബ്ജക്ട്, നമ്മൾ സെലക്ടഡ് ഒബ്ജക്ട്സ് പറഞ്ഞിട്ടുള്ള ഒരു സ്കെച്ചപ്പിലൊക്കെ അങ്ങനെ പറയാം, സെലക്ടഡ് ഒബ്ജക്ട്സ്, അതിലേക്കാണ് നമ്മൾ വരിക. അപ്പോൾ ആ സെലക്ടഡ് ഒബ്ജക്ട്സ് പറയുമ്പോൾ സൂം സെലക്ടഡ് ഒബ്ജക്ട്സ് എന്നാണ് സ്കെച്ചപ്പിൽ ഉണ്ടാവുക. അതേ സെയിം ഫംഗ്ഷൻ ആണ് ഈ ഡോട്ട് ക്ലിക്ക് ചെയ്താൽ സംഭവിക്കുക. നമ്മൾ എന്താണ് സെലക്ട് ചെയ്തത് അതിലേക്ക് ഡോട്ട് ക്ലിക്ക് ചെയ്താൽ അതിലേക്ക് സൂം ഇൻ ആവും. സോ ആ ഒരു സംഭവം നമ്മൾ ചെയ്തു. പിന്നെ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇങ്ങനെ കുറെ ലൈൻ കാണുന്നില്ലേ, ഇത് ഗൈഡ് ലൈൻ ആണ്. സ്കെച്ചപ്പിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ചില പാരന്റിങ് ഒക്കെ നടക്കുന്നുണ്ട്. ഇത് ആനിമേഷനും കൂടി ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് നമുക്ക് പാരന്റിങ് വരും. ചിലപ്പോൾ 3ds Maxൽ ഇതുപോലത്തെ ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം. അത് ഒഴിവാക്കണമെങ്കിൽ ആദ്യം നമ്മൾ കൺട്രോൾ A ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സെലക്ട് ഓൾ നമ്മൾ നോർമലി വിൻഡോസിലൊക്കെ നമ്മൾ കൺട്രോൾ A അല്ലേ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജസ്റ്റ് A ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ സാധനവും സെലക്ട് ആവും. അപ്പൊ ഇതിന്റെ ഒക്കെ ഓരോ പോയിന്റ് ഉണ്ട്, ഈ ലൈനിനൊക്കെ ഓരോ പോയിന്റ് ഉണ്ട്. അതിന് നമ്മൾ ഒറിജിൻസ് എന്ന് പറയും. അപ്പോ അതൊക്കെ നമുക്ക് നമ്മുടെ പ്ലാനുമായി റിലേറ്റ് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നമുക്ക് അനാവശ്യമായി തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോ കണ്ടോ, ഇതൊക്കെ ഇതൊക്കെ കണക്റ്റഡ് ആണ്. ഈ ലൈൻസ് എല്ലാം ഇതിനായിട്ട് കണക്റ്റഡ് ആണ്. സോ ഞാനിവിടെ ഇങ്ങനെ എല്ലാം പോണുണ്ടില്ല. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാം. അപ്പൊ നമ്മളൊരു പ്ലാൻ ഇമ്പോർട്ട് ചെയ്തതിനു ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വരും. അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതിൽ 3 കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് വരും. ഒന്ന് പാരന്റ് ലൈൻസ്, ഇതുപോലത്തെ കാര്യങ്ങളാണ് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് വരിക. 3 ഇല്ല, ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 3 അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അനാവശ്യമായ സാധനങ്ങൾ വരിക മിക്കവാറും ഈ ഒരു സംഭവമായിരിക്കും. അത് കളയണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫുൾ സെലക്റ്റഡ് ആവും. എന്നിട്ട് ആൾട്ട് ബട്ടണും പി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പി എന്ന് ഉദ്ദേശിച്ച് പാരന്റ് എന്നാണ്. Alt+P എന്നല്ല, ഷോർട്ട് കട്ട് ഉണ്ട് ഇവിടെ. Alt+P ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഈ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിയർ ആൻഡ് കീപ് ട്രാൻസ്ഫോർമേഷൻ ഇത് ക്ലിക്ക് ചെയ്യാം. അതായത് ക്ലിയർ പാരന്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാരന്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതായത് ആനിമേഷൻ ആവുമ്പോൾ ഒരു ഒബ്ജക്റ്റ് മറ്റു ഒബ്ജക്റ്റിനായിട്ട് കണക്ഷൻ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ആനിമേഷൻ കാണുമ്പോൾ, ഒരു കാർട്ടൂൺ കാണണമെങ്കിലും നമ്മൾ ആ കാർട്ടൂണിലുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ ആ ക്യാരക്ടറിന്റെ കൈയും ആ ബോഡിയും തമ്മിൽ കണക്ഷൻ ഉണ്ടല്ലോ, അതൊരു പാരന്റിങ് കണക്ഷൻ ആണ്. അതേപോലെ തന്നെ
ഈ പ്ലാൻ ഇമ്പോർട്ട് ചെയ്തപ്പോൾ പ്ലാനുമായി കണക്ട് ചെയ്തിട്ട് കുറച്ച് ഒബ്ജക്ട്സ് ഉണ്ട്. നമ്മളെ ഓട്ടോക്കാലുള്ള സംഭവം ഉണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെ കാണുന്നില്ല എന്നുള്ളൂ. പക്ഷെ DX ഫോർമാറ്റ് നമ്മൾ ബ്ലണ്ടറിൽ കൊണ്ടുവന്നപ്പോൾ അതിന്റെ പാരന്റിങ് ഒബ്ജക്ട്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഈസിയാണ്. നോർമലി P ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പാരന്റിന്റെ ഓപ്ഷനാണ് വരിക, P ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ. പക്ഷെ ഇവിടെ ഇപ്പൊ നമുക്ക് കൺട്രോൾ P ആണോ P ആണോ, ഓക്കെ, കൺട്രോൾ P ക്ലിക്ക് ചെയ്താൽ പാരന്റിന്റെ ഓപ്ഷൻ വരും. P ക്ലിക്ക് ചെയ്താലും വരാറുണ്ട്. ഇല്ല, കൺട്രോൾ P തന്നെയാണ് വേണ്ടത്. കൺട്രോൾ P ക്ലിക്ക് ചെയ്താൽ പാരന്റിന്റെ ഓപ്ഷൻ വരും. പക്ഷെ നമ്മളിവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. എപ്പോഴും ബ്ലെൻഡറിൽ ആൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഫങ്ഷൻ, ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് നടക്കും. ഓക്കെ, അപ്പൊ ആൾട്ട് P എന്ന് പറയുമ്പോൾ പാരന്റിന്റെ ഓപ്പോസിറ്റ്, അതായത് ക്ലിയർ ചെയ്യാണ്, ക്ലിയർ പാരന്റ്. അത് ക്ലിക്ക് ചെയ്ത രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട ലൈൻസ് ഒക്കെ കുറെ പോയി, അനാവശ്യ ലൈൻസ് ഒക്കെ കുറെ പോയി. ആ പാരന്റിങ് ഒഴിവായി. പാരന്റിങ് ഒഴിവായിട്ടുള്ളൂ, ലൈൻസ് മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷെ ഈ ഒറിജിൻസ് ഒക്കെ അനാവശ്യമായ ഫയൽസ് ആണ്. അപ്പൊ നമ്മൾ വീണ്ടും നമ്മളെ പ്ലാൻ മാത്രം സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോഴും നമുക്ക് ഈ ഒറിജിൻസ് ഒക്കെ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. അത് വേറെ ഒന്നല്ല, നമ്മളെ ഈ ഒരു ഒബ്ജക്ട് ഇതിന്റെ ഉള്ളിലൊക്കെ ഓരോ ഒറിജിൻസ് ആണ്. എല്ലാ ഒബ്ജക്റ്റിനും ഒരു ഒറിജിൻ ഉണ്ടാവും. എല്ലാ ഒബ്ജക്റ്റിനും ഒരു കേന്ദ്രം ഉണ്ട്. പക്ഷെ ആ ഒരു കേന്ദ്രം ഇവിടെ തന്നെ വന്നെടുക്കണം. കേന്ദ്രം അല്ലെങ്കിൽ ഒരു പോയിന്റ്, ഒരു ഒറിജിൻ ഉണ്ടാവും. ബേസ് പോയിന്റ് നമ്മളെ സ്കെച്ചപ്പിൽ അങ്ങനെ ഒരു പോയിന്റ് നിങ്ങൾ കാണുന്നില്ല. എന്തായാലും ഒരു ബേസ് പോയിന്റ് ഉണ്ടാവും. ഇപ്പൊ ഇതിന്റെ പോയിന്റ് എവിടെ കിടക്കുന്ന വെച്ചാൽ ഇവിടെ കിടക്കണം, കണ്ടോ? അത് സ്കാറ്ററിൽ കിടക്കണം. ആ സ്കാറ്ററിംഗ് ഒക്കെ നമുക്ക് ഒറ്റയടിക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ വീണ്ടും പറഞ്ഞ പോലെ ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ എല്ലാം ഈ പ്ലാൻ മൊത്തം സെലക്ട് ചെയ്യും. പക്ഷെ ഇതിന്റെ ഒറിജിൻസ് ഒക്കെ അവിടെ ഇവിടെ കിടക്കുന്നത്, അത് നമുക്ക് ഈസി ആയിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ ഇത് എന്താ ഏതാന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അതൊക്കെ നമുക്ക് ക്ലിയർ ആക്കാം. ഇതൊന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഒബ്ജക്റ്റ് സെറ്റ് ഒറിജിനിൽ വന്നു കഴിഞ്ഞാൽ സെറ്റ് ഒറിജിൻ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഒറിജിൻ ആണ്. അപ്പൊ നമ്മൾ എവിടെ സെറ്റ് ചെയ്യേണ്ടതാണ്? ഒബ്ജക്റ്റ് സെറ്റ് ഒറിജിനിൽ വന്നു കഴിഞ്ഞാൽ ഒറിജിൻ ടു ദ സെന്റർ ഓഫ് മാസ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മാസ് ആണ്. എല്ലാ ഒബ്ജക്റ്റും, ഒരു കാറിന് ഒരു ബാലൻസ് കിട്ടണം. ആ കാറിന്റെ ആ ഷേപ്പിൽ ഒരു ബാലൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമില്ലത്. നമ്മളെ മൊബൈൽ ആണെങ്കിലും മൊബൈലിന് ഒരു ബാലൻസിങ് ഉണ്ട്. ആ മൊബൈൽ നമ്മളെ കയ്യിൽ നിന്ന് വീഴാനുള്ള ചാൻസ്, ഒരു സൈഡ്, നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഒരു സൈഡ് മാത്രമാണ് വെയിറ്റ് കൂടുതൽ വെച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് ആ സൈഡിലേക്ക് വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഒരു ബാലൻസ് കീപ്പ് ചെയ്യും. എപ്പോഴും എന്ത് സാധനം ഉണ്ടാക്കണമെങ്കിലും ഒരു ബാലൻസിങ് കീപ്പ് ചെയ്യും. നമ്മൾ മനുഷ്യരാണ്, നമ്മളെ അത്യാവശ്യം ബാലൻസ് ചെയ്യുന്ന നമ്മൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് നല്ല ഈസി ആയിട്ട് ഓടാനും ഇതൊക്കെ പറ്റും. നമ്മളൊരു സൈഡ് തളർന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് മറ്റേ സൈഡിലേക്ക് വീഴും. അപ്പൊ അത് വീഴാതിരിക്കാൻ നമുക്കൊരു ബാലൻസിങ് ഉണ്ട്. അതുപോലെ ഒരു കാർ ആണെങ്കിലും ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. എല്ലാ സംഭവത്തിനും ഒരു മാസ് ഉണ്ട്. ആ മാസ് കേന്ദ്രത്തിലായിരിക്കണം. കേന്ദ്രത്തിലാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്താ പറയാ, അതിനാണ് ഈ ഒറിജിൻ. അപ്പൊ ഇത് ആനിമേഷൻ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറും കൂടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ റിയൽ ലൈഫ് ഫിസിക്സുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒറിജിൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഒബ്ജക്റ്റിനും ഉണ്ടാവും. അത് നമ്മളെ വർക്കിന് നമുക്കത് ഗുണമാണ്. ഈ ഒറിജിൻ ഇവിടെ സെൻട്രൽ ആയിരിക്കണം. സെൻട്രൽ വെച്ചാൽ എല്ലാത്തിന്റെ ഒരു പോയിന്റ് എന്നല്ല ഉദ്ദേശിച്ചത്. ഈ സോഫയുടെ ഒറിജിൻ ഈ ടീപ്പോയുടെ ആണെങ്കിൽ ടീപ്പോയുടെ നടുവിൽ, സോഫയുടെ ആണെങ്കിൽ സോഫയുടെ ഇവിടെ, ഇങ്ങനെ. അപ്പൊ ഞാൻ ഇത് മാത്രം സെലക്ട് ചെയ്തു. ഇപ്പൊ സോഫയുടെ മാത്രം സെലക്ട് ചെയ്ത് ഒറിജിനിലേക്ക് വന്ന് സെറ്റ് ഒറിജിനിൽ സെന്റർ ഓഫ് മാസ് ക്ലിക്ക് ചെയ്തു. കണ്ടോ, ഇതിന്റെ ഒരു സെന്ററിലേക്ക് വന്നില്ലേ ഏകദേശം? ഈ സോഫയുടെ സെന്ററിലേക്ക് ഇവിടെ പോയിന്റ് വന്നില്ലേ? ഇതുപോലെ എല്ലാ ഒബ്ജക്റ്റിനും വരാനുണ്ട്. അപ്പോൾ ഓരോന്നും മാറ്റേണ്ട ആവശ്യമില്ല. ക്ലിക്ക് ചെയ്യുന്നു, ഒബ്ജക്റ്റിൽ വരുന്നു, സെറ്റ് ഒറിജിൻ എടുക്കുന്നു, ഒറിജിൻ ടു സെന്റർ ഓഫ് മാസ് ക്ലിക്ക് ചെയ്തു. കണ്ടോ, അപ്പൊ ഓരോന്നിന്റെയും വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ്, അതുകൊണ്ടാണ് ഇതിന്റെ നടുവിൽ വന്നത്. ഇത് രണ്ടും ഒരു ഒബ്ജക്റ്റാണ്, അതുകൊണ്ടാണ് അതിന്റെ നടുവിൽ വന്നത്. കണ്ടോ, ഒരു ഒബ്ജക്റ്റാണ്. രണ്ട് സെപ്പറേറ്റ് ആയിരുന്നെങ്കിൽ രണ്ടിന്റെ നടുവിൽ വരും. ഇങ്ങനെ ജോയിൻ ചെയ്തുള്ള ഒബ്ജക്ട്സ് ആവുമ്പോൾ അതിന്റെ ഒറിജിൻസിന്റെ സെൻട്രിക വരിക. അപ്പൊ ഇത് രണ്ട് ജോയിൻ ആണ്, അപ്പൊ അതിന്റെ സെൻട്രിക വന്നത്. ഇത് ഈ ഒരു നമ്മളെ വാളിന്റെ പ്ലാന് ഇത് മൊത്തം ജോയിന്റ് ആണ്, അതുകൊണ്ടാണ് ഇതിന്റെ നടുക്ക് വന്നത്. ഇതിന്റെ ഒറിജിൻ ഇവിടെ കിടക്കുന്നത് നമ്മളെ ടേബിളിന്റെ സെന്ററിൽ ഉണ്ടാകും. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ? അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഇതെന്താ ഒരു അനാവശ്യമായിട്ട്? എനിക്കൊന്ന് ഇത് ഒരു വാഷ് ബേസിനാണോ ഡൗട്ട് ഉണ്ട്. ഒരുപക്ഷെ ഇവിടുന്ന് എവിടെയെങ്കിലും അങ്ങോട്ട് പോയതാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ എവിടെയും വാഷ് കാണുന്നില്ല. ചിലപ്പോ ഇവിടെ ആവും ആ വാഷ് ബേസിന്റെ ഏരിയ. എന്തോ യെസ്, ഇവിടെയാണ് വാഷിന്റെ ഏരിയ. അത് അവർക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ട്. അത് DX ഫയലിൽ കൊണ്ടുവരുമ്പോൾ. പിന്നെ നമ്മളെ CAD ഫയൽ നല്ല ക്ലീൻ ഫയൽ ആണെങ്കിൽ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല കേട്ടോ. ഇതിപ്പോ നമ്മൾ അത്രയും ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു ഫയൽ ഒന്നല്ലേ ഇത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ പ്ലേസ് ചെയ്യാം, നമ്മുടെ എന്താ പറയാ വാഷ് ബേസിൻ. അപ്പൊ അതവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഇനി ഞാൻ പ്ലാൻ എല്ലാം സെലക്ട് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ഓരോ ഒബ്ജക്റ്റ് ആണ് ഈ കാണുന്നത്. ഡൈനിങ് ടേബിൾ അതിൽ വേറെ കാണാം. ഞാൻ ഇവിടെ നമ്മൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുന്ന പോലെ തന്നെ
നമുക്ക് ഔട്ട്ലൈനറിലും ഡോട്ട് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഒബ്ജക്റ്റ് എവിടെയാണ് ഔട്ട്ലൈനറിൽ കിടക്കുന്നത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഡോട്ട് ക്ലിക്ക് ചെയ്യണം. ഡോട്ട് ക്ലിക്ക് ചെയ്തു. നമ്പർ പാഡ് ഡോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണില്ലേ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തത്. ഓക്കെ, നമ്പർ പാഡ് ഡോട്ട് ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇതാണ് ഡൈനിങ്. ഡൈനിങ് കർവ്, ഡൈനിങ്. ഇത് ഞാൻ ഇവിടെ ഹൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ പോയി കണ്ടോ. സോ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ ഏരിയ. ഇത് നിർബന്ധമായിട്ട് നമ്മൾ ബ്ലെൻഡറിൽ യൂസ് ചെയ്യേണ്ട ഏരിയ. അപ്പോൾ ഈ ഒരു സംഭവം എല്ലാം കൂടി ഞാൻ ഒരു ഫോൾഡറിലേക്ക് മാറ്റിയാണ്, അല്ലെങ്കിൽ ഒരു കളക്ഷൻ. ഇതിന് കറക്റ്റ് കളക്ഷൻ എന്താ പറയാ, ഈ കാണുന്ന ഏരിയക്കാണ് കളക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഔട്ട്ലൈനർ എന്ന് പറയും. ഇതിൽ ഓരോ ഫോൾഡേഴ്സ് ഉണ്ടാക്കും, ആ ഫോൾഡറിനൊക്കെ നമ്മൾ കളക്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഇത് ഈ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കളക്ഷൻ ഞാൻ ഉണ്ടാക്കുകയാണ്. ന്യൂ കളക്ഷൻ പ്ലാൻ. ഓക്കെ, അപ്പോൾ എനിക്കൊരു കളക്ഷൻ ഉണ്ടായി. ആ കളക്ഷന്റെ ഒരു പ്ലാൻ എന്നാണ്. ഇനി എനിക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഹൈഡ് ചെയ്യാം, ആവശ്യമുള്ളപ്പോൾ കൊണ്ടുവരാം. ഡീആക്റ്റീവ് ചെയ്യുന്ന പോലെ നമുക്ക് ഒരു ടിക്ക് ഉണ്ട്, ആ ടിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ചെയ്ത പോലെ പ്രവർത്തിക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യാം. അപ്പൊ ഹൈഡും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്, ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഇത് റെൻഡറിൽ ഓഫ് ആക്കണാണ്. ഇവിടെ നമ്മൾ കാണും, പക്ഷെ റെൻഡറിൽ കാണില്ല. അതാണ് ഈ സംഭവം, ഈ ക്യാമറ. ഇത്തരം കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. അപ്പൊ നമ്മളൊരു ഫയൽ ഇമ്പോർട്ട് ചെയ്ത് വരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എനിക്ക് ഇത്രയും ഞാൻ പറഞ്ഞത് കേട്ട ഒരാള് ഒന്നൊന്ന് റിപ്ലൈ ചെയ്യാൻ നന്നായിരുന്നു. ഇതുവരെ പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ഇതിലിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന മിൻഹാജ് ബ്രോ ഉണ്ട്, അരുൺ ഉണ്ട്. ആരെങ്കിലും ഒരാള് മീൻ ആരൊക്കെങ്കിലും ഒരാൾക്കൊന്ന് റിയാക്ട് ചെയ്യാം. മഷ്മിത ഉണ്ടായിരുന്നു. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഹലോ പറയൂ. ആരെങ്കിലും ഇനിയിപ്പോ ഒരാള് നിൽക്കണ്ട, ആരെങ്കിലും ഒരാളൊന്ന് റിപ്ലൈ. ഹലോ, ആരൊന്ന് സംസാരിക്കാൻ വന്നു, പിന്നെ ഒന്നും വേണ്ടിയില്ല. മിൻഹാജ് ബ്രോ. ഹലോ. പറയൂ. ഇതുവരെ ആ ക്ലിയർ അല്ലേ? പറഞ്ഞത് ഹലോ. അത് ക്ലിയർ ആണ്. ഓക്കെ. അൺനോൺ ആർട്ടിസ്റ്റ് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, ക്ലിയർ ആണ്. അരുൺ ക്ലിയർ ആണെന്ന് പറഞ്ഞു. അരുൺ ഓക്കെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവണം, അതന്നെ ഇപ്പൊ നമ്മളെ ലക്ഷ്യം. ഓക്കെ, ഡൺ. ഇനി നമ്മൾ ഇവിടെ പറയുകയാണെങ്കിൽ പ്ലാൻ ഇമ്പോർട്ട് ചെയ്തു. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഫോൾഡറിലേക്ക് മാറ്റി. ഇനി നമുക്കിത് ഫ്രീസ് ചെയ്ത് വെക്കണം. കാരണം നമുക്ക് ഇത് ഇങ്ങനെ മൂവ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഫ്രീസ് ആയിരിക്കണം. കാരണം നമ്മൾ പ്ലാനിന്റെ മുകളൊന്നും ചെയ്യുന്നില്ല, പ്ലാനിന്റെ മുകളിലാണ് ചെയ്യുന്നത്. പ്ലാനിൽ നമ്മൾ ചെയ്യുന്നില്ല, പ്ലാൻ അവിടെ എഡിറ്റ് വരുത്താതെ കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്റീരിയർ ആണ് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ബെഡ്റൂം ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ എന്താ കാര്യമുള്ളത്, ലിവിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ലിവിംഗ് ചെയ്യാം, അതാണ് നല്ല ഈസി. 2 ബെഡും ഒരു ടിവിയും ഇട്ട് വെച്ച 2 ബെഡ്, 2 സോഫ, ഒരു ടീപ്പോയും കാര്യങ്ങളൊക്കെ വെക്കാം. അപ്പൊ ഞാൻ ഈ മൂവിങ് ഒഴിവാക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഫിൽറ്ററിൽ, ഈ ഔട്ട്ലൈനറിൽ, ഈ ടോപ്പിലെ ഫിൽറ്ററിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ഒരു സംഭവം അൺസെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുക, അൺസെലക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഹൈഡും അൺഹൈഡും ചെയ്യുന്ന പോലെ ഇത് ടോഗിളാണ്. ഈ ടോഗിൾസ് നമുക്ക് സെലക്ടും അൺസെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഞാൻ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ ഒന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ഗുണം. പ്ലാനിൽ നമുക്ക് ഈ സംഭവം ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. കണ്ടോ, ഇപ്പൊ സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺസെലക്ട് ചെയ്യും. ഇപ്പൊ ഒന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. പ്ലാൻ കൊണ്ട് നമുക്ക് കാണണം, പ്ലാൻ എന്താന്നുള്ളത് കാണണം. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ വിട്ടുപോയ 2 കാര്യമുണ്ട്, മെയിൻ ആയിട്ട് ഡയമെൻഷനും യൂണിറ്റും. അപ്പൊ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നാല് നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്ത ഫയല് സൈസ് ശരിയാണോ, സ്കെയിൽ ശരിയാണോ നോക്കണം. അത് നമ്മൾ സംസാരിക്കാൻ വിട്ടുപോയി. എനിവേ, ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞതും കറക്റ്റ് ആണ്. ഇവിടെ നമ്മൾ പ്ലാൻ ഫ്രീസ് ചെയ്ത് വെക്കണ കാര്യം അതുവരെ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിന്റെ ഡയമെൻഷൻ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം, അത് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഒറിജിനൽ പ്ലാൻ ഓപ്പൺ ചെയ്യുന്നില്ല, നമുക്ക് ഏകദേശം അറിയാലോ. എല്ലാ സമയത്തും നിങ്ങൾ അത് ആവർത്തിക്കരുത്. ഞാനത് ഇനിയിപ്പോ ഞാൻ നോക്കാനുള്ള ഒരു ടൈം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ ഡോറിന്റെ ഡയമെൻഷൻ ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇത് ചെക്ക് ചെയ്ത് നോക്കാം, ഈ ഒരു വിഡ്ത്ത്. അപ്പൊ ഞാനിപ്പോ എന്റെ ഫുൾ ഷോർട്ട് കട്ട്സ് ആണ് നോർമലി യൂസ് ചെയ്യാറ്. എന്റെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം വരും, പക്ഷെ ഇപ്പൊ ഡബിൾ ക്ലിക്ക് ചെയ്താൽ വേറെ കാര്യം വരിക. ഇപ്പൊ ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഷോർട്ട് കട്ട് ഒക്കെ മാറ്റിയിട്ടുണ്ട് ചിലതിന്റെ, നമ്മളെ വർക്ക് ഫ്ലോ ഈസി ആക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞത് ബ്ലെൻഡർ എന്ന് പറയുമ്പോൾ ഫുൾ ആനിമേഷൻ ഓറിയന്റഡ് സോഫ്റ്റ്വെയർ. സോ അവര് അതിന്റെ കാര്യങ്ങൾ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് കുറെ കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ നമ്മളെ പൂർണ്ണമായും മറന്നിട്ടൊന്നുമില്ല, നമുക്കും നമ്മളേതായ ഒരു അറ്റ്മോസ്ഫിയർ ഇതിലുണ്ട്. പക്ഷെ ഒന്നും കൂടി നമ്മളതിലേക്ക് മോഡിഫൈ ചെയ്ത ഒരു വെർഷനാണ് ഞാൻ യൂട്യൂബിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ ശ്രമിച്ചതും ഞാൻ വർക്ക് ചെയ്യുന്നതും ആ ഒരു ഇതിലാണ്.
ഇതിപ്പോ കംപ്ലീറ്റ്ലി ആദ്യമായിട്ട് ബ്ലെൻഡറിലേക്ക് വന്ന ഒരാൾക്ക് നൽകുന്ന ഒരു ട്യൂട്ടോറിയൽ ആണ് ഞാനിപ്പോ പറയുന്നത്. അപ്പോൾ നമ്മളെ ഷോർട്ട് കട്ട് ഒക്കെ ഉണ്ട്. ആ ഷോർട്ട് കട്ട് ഒന്നും അല്ല ഇപ്പൊ ഞാൻ യൂസ് ചെയ്യണത്. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ മെഷർമെന്റ് ടൂൾ എടുക്കുക. മെഷർമെന്റ് ടൂൾ എടുത്തിട്ട് എന്തെങ്കിലും W ക്ലിക്ക് ചെയ്താൽ ഈ സംഭവം കിട്ടും. അവിടെ പോയി ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ മാക്സിമം ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക. നമ്മൾ ഓരോന്നും പോയി സെലക്ട് ചെയ്യുമ്പോൾ അത്രയും ടൈം നമുക്ക് മിസ്സിംഗ് ആണ്. അപ്പോ ഇവിടെ നമ്മൾ വന്നിട്ട് ഈ മെഷർമെന്റ് ടൂൾ നോക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഒന്നും സ്നാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ സ്നാപ്പ് ഓഫ് ആണ്. സ്നാപ്പ് ഓഫ് ആണെന്ന് മാത്രമല്ല, സ്നാപ്പിന്റെ ഉള്ളിൽ സ്നാപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് കിടക്കുന്നുണ്ട്. ഇതിൽ എന്തൊക്കെ സ്നാപ്പ് ആവണം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് വെർട്ടെക്സ് ആണ് സ്നാപ്പ് ആവേണ്ടത്. അപ്പൊ വെർട്ടെക്സ് ക്ലിക്ക് ചെയ്തു. പിന്നെ ഇതിൽ രണ്ടും കൂടി ക്ലിക്ക് ചെയ്യുന്നത് നല്ലതാണ്. എഫക്ട്സ് എവിടൊക്കെ അഫക്ട് ചെയ്യണം, അത് റൊട്ടേറ്റിലും സ്കെയിലിലും. അത് ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ടാണ് അത് ക്ലിക്ക് ചെയ്തത്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യാതെ ചെയ്യാം. ഓക്കെ, ഈ മൂന്ന് നമുക്ക് ഷിഫ്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഓൺ ആക്കാം. ചില കേസിൽ നമുക്ക് ഇപ്പൊ ഇതിലിപ്പോ ഞാൻ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ട ഓരോന്ന് മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. പക്ഷെ എനിക്ക് വെർട്ടെക്സും ഫേസും വേണമെങ്കിൽ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇത് രണ്ടും കൂടി സെലക്ട് ആവും. കാരണം ഇവിടെ പേര് മാറി മിക്സ് എന്നായി. കാരണം ഒന്നിൽ കൂടുതൽ ഉള്ളപ്പോൾ മിക്സ് എന്നായി. വെറും വെർട്ടെക്സ് ആണെങ്കിൽ അതിന്റെ ഐക്കൺ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഫേസ് മാത്രമാണെങ്കിൽ ഫേസിന്റെ ഐക്കൺ മാത്രമേ കാണിക്കുള്ളൂ. രണ്ടും കൂടി ആയതുകൊണ്ട് ഫേസ് മിക്സ് ആയി. അപ്പൊ നോർമലി നമ്മൾ ഫേസ് യൂസ് ചെയ്യാറില്ല, വെർട്ടെക്സ് മാത്രമേ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ മെഷർമെന്റ് ടൂൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സ്നാപ്പ് ആവുന്നുണ്ട്. ഈ സ്നാപ്പ് ഓൺ ആയ ശേഷം നമ്മൾ ഇവിടെ മുതൽ ഇതുവരെ ചെക്ക് ചെയ്ത് നോക്കാണ്. അപ്പൊ 20 മീറ്ററാ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ സ്കെയില് മാറ്റിയില്ലോ. അത് മാറ്റാത്തോണ്ട് അതേ ഒരു മണ്ടത്തരം എന്ന് പറയാം. യെസ്, നമ്മൾക്ക് തെറ്റ് പറ്റി. അതായത് അവിടെ എനിക്ക് സ്കെയില് മാറ്റണമായിരുന്നു. അത് ഒന്നിൽ കൊടുത്തപ്പോഴാണ് മീറ്ററിൽ തന്നെ വന്നു. മീറ്ററിൽ വന്നപ്പോൾ 20 മീറ്റർ ഉണ്ട് ഈ ഗ്യാപ്പ്. ഇത്രയും ഇത് കൂടുതലാണല്ലോ. അപ്പൊ അത് നമ്മൾ മാറ്റണം. അതിനു മുന്നേ നമുക്ക് യൂണിറ്റും കൂടി ഒന്ന് മാറ്റാം. യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മീറ്ററിന്റെ മാറ്റി നമുക്ക് ഒരു സെന്റിമീറ്റർ പിടിക്കാം. അപ്പൊ യൂണിറ്റിനെ നമ്മൾ മാറ്റണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വ്യൂ പോർട്ട്, 3D വ്യൂ പോർട്ട്, ഇതിന്റെ പേര് 3D വ്യൂ പോർട്ട്, ഇത് ഔട്ട്ലൈനർ, ഇത് പ്രോപ്പർട്ടീസ് പാനൽ. ഇത് എങ്ങനെ പേര് പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ ഈ കോർണറിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യാണ്. നമുക്ക് ഇവിടെ ഇപ്പൊ ഈ സംഭവം എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. ഫുൾ കസ്റ്റമൈസബിൾ ആണ് നമ്മളെ ബ്ലെൻഡർ. അപ്പൊ ബ്ലെൻഡറിൽ നമുക്ക് ഈ കോർണറിൽ വന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളിത് എന്തും മാറ്റും. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഇത് ഷെയ്ഡ് എഡിറ്റർ എടുക്കുകയാണെങ്കിൽ എന്റെ വ്യൂ പോർട്ട് മാറി ഇപ്പൊ ഷെയ്ഡ് എഡിറ്റർ ആയി. ഓക്കെ, അപ്പോ ഞാൻ വീണ്ടും വ്യൂ പോർട്ട് 3D വ്യൂ പോർട്ടിലേക്ക് പോവാണ്. ഫസ്റ്റ് തന്നെ 3D വ്യൂ പോർട്ട് എടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മളെ പഴയതിൽ തന്നെ വന്ന് 3D വ്യൂ പോർട്ടിലേക്ക് വന്നു. ഇനി ഈ 3D വ്യൂ പോർട്ടറിലെ ഞാൻ ഇവിടെ പറഞ്ഞത് ഇത് പ്രോപ്പർട്ടീസ് പാനൽ എന്നല്ലേ. അപ്പൊ കണ്ട ഇവിടെ പ്രോപ്പർട്ടീസ്, ഈ ഒരു ഐക്കൺ ആണ് പ്രോപ്പർട്ടീസ് പാനലിന്റെ ഐക്കൺ. സോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമുക്ക് 3D വ്യൂ പോർട്ട് വേണ്ടെങ്കിൽ 3D വ്യൂ പോർട്ട് വേണ്ട. ഇപ്പൊ ഇവിടെ 3D വ്യൂ പോർട്ടായി. ചില സമയത്ത് നമ്മൾ എങ്ങനെയും വർക്ക് ചെയ്യും, നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് പാനൽ നമുക്ക് ഇതാണ് നല്ലൊരു ലേഔട്ട്. സോ നമ്മൾ അധികം മാറ്റാറില്ല. നിങ്ങൾക്ക് ബേസിക്കലി ഇത് മതി. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ കുറെ അവിടെയും ഇവിടെയൊക്കെ ഓരോന്ന് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാകുമ്പോൾ കൊണ്ടുവരാം. ഇപ്പൊ പ്രോപ്പർട്ടീസ് പാനലാണ് ഇതിന്റെ പേര്. അത് പരിചയപ്പെടുത്താൻ ഞാൻ ഇപ്പൊ കാണിച്ചു തന്നത്. പിന്നെ ഇത് ഔട്ട്ലൈനർ എന്ന് പറഞ്ഞല്ലോ. ഇത് ക്ലിക്ക് ചെയ്ത് അവിടെ ഉണ്ടല്ലോ ഔട്ട്ലൈനർ എന്ന് കാണല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ടൈം ലൈൻ ആണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം മാറ്റാൻ വേണമെങ്കിൽ അപ്പൊ പ്രോപ്പർട്ടീസ് പാനലില് ഈ 1 2 3 അല്ലെങ്കിൽ ഈ ഒരു ഇതുണ്ടല്ലോ സീൻ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം, ഇത് സീൻ എന്നാണ് പറയാ. ഓരോന്നിനും ഓരോ പേരുണ്ട്. ഫസ്റ്റ് റെൻഡർ, ഔട്ട്പുട്ട്, വ്യൂ ലെയർ, സീൻ. ഈ സീനിൽ വന്നു കഴിഞ്ഞാൽ യൂണിറ്റ്സ് ആണ്. ഈ യൂണിറ്റ്സിൽ മെട്രിക് തന്നെ മാറ്റണ്ട. മീറ്റർ വന്നിട്ട് മില്ലിമീറ്റർ ആക്കാം. മില്ലിമീറ്റർ ആക്കി കഴിഞ്ഞാൽ ലെങ്ത്തിൽ മില്ലിമീറ്റർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ 20,000 20,000 mm ഇപ്പൊ കിടക്കുന്നത്. അത് നമ്മൾ പറഞ്ഞ പോലെ സ്കെയിൽ ഡൗൺ ചെയ്യണം. അപ്പോഴേ നമുക്ക് നമ്മളെ 200 mm എത്തുള്ളൂ. സോറി, ഞാൻ നിങ്ങൾക്ക് സെന്റിമീറ്റർ പറഞ്ഞിട്ട് mm ആക്കി തന്നില്ലേ. അത് മാറ്റിയിട്ട് സെന്റിമീറ്റർ തന്നെ വരാം. അപ്പൊ 2000 സെന്റിമീറ്റർ ആണ് ഇവിടുത്തെ. നമ്മൾ മാറ്റിയാണ്. അപ്പൊ നമ്മൾ സ്കെയിൽ ഡൗൺ ചെയ്യണം. അപ്പൊ ആദ്യം ഞാൻ ഇവിടെ 3D കഴ്സറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് വീണ്ടും നമ്മളെ സെലക്ട് ടൂളിലേക്ക് പോകാം. ബാക്കിലേക്ക് നമ്മളെ മെഷർമെന്റ് ടൂൾ മാറ്റി സെലക്ട് ടൂളിലേക്ക് വന്ന് ഓക്കെ, ഇപ്പൊ നമ്മളെല്ലാം ഓൾറെഡി സെലക്ടഡ് ആണ്. അതാണ് ഓറഞ്ച് കളർ. സ്കെച്ച് ബ്ലെൻഡറിൽ 2 കളർ കാണാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓറഞ്ചിൽ കാണല്ലേ, അല്ല യെല്ലോയിൽ കാണല്ലേ, ഇത് ഓറഞ്ചിൽ കാണല്ലേ. അതെന്താ സംഭവിച്ചാല് ഇത് ആക്റ്റീവ് ഒബ്ജക്റ്റ് ആണ്. നമ്മൾ ലാസ്റ്റ് സെലക്ട് ചെയ്ത ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്തു, ഈ സെലക്ഷൻ ഓറഞ്ച് ആയി മാറി, ഇത് യെല്ലോ ആയി മാറി. ഇനിയിപ്പോ ഇതാണ് ക്ലിക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇതിപ്പോ ഈ നമ്മുടെ പ്ലാനുമായിട്ട് ലിങ്ക് ഉണ്ട്. ഈ ഒരു ടീപ്പോയി ഈ സെന്റർ ടാബിൾ. സോ അത് സെലക്ട് ചെയ്തപ്പോൾ ഇതെല്ലാം കൂടി യെല്ലോ ആയി. ഞാൻ ഈ സോഫ മാത്രം സെലക്ട് ചെയ്യാണ്. ആണ് അപ്പൊ സോഫ ലാസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള നമ്മൾ ആക്റ്റീവ് സെലക്ഷൻ ആണ്. ഇത് നോർമൽ സെലക്ഷൻ, ഇത് ആക്റ്റീവ് സെലക്ഷൻ. സോ
അതെന്താന്നൊക്കെ ഞാൻ പിന്നീട് പറയാം. അത് എന്തായാലും ഇപ്പൊ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ ബേസിക്കലി നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ കുഴപ്പമൊന്നുമില്ല. ഇനി വേണമെങ്കിൽ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞുതരാം. ഇപ്പൊ തന്നെ പറയാം. അപ്പൊ ആദ്യം നമുക്ക് ഈ 3D കൾച്ചർ അത് നമ്മൾ പ്രത്യേകം 3D കൾച്ചർ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ സെലക്ട് കൊണ്ടുപോയി വെക്കേണ്ട ആവശ്യമില്ല. വെച്ചാല് ടൂൾ എടുക്കേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് സെലക്ഷനിൽ തന്നെ ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നമ്മളെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. കണ്ടാ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യണം അവിടെ നമ്മളെ 3D കഴ്സർ വരും. സോ ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ പോയി ക്ലിക്ക് ചെയ്തിട്ട് കൊണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ വേൾഡ് അല്ലോ, ഇതാണല്ലോ നമ്മുടെ ബ്ലെൻഡറിന്റെ വേൾഡ്. ഈ വേൾഡിന്റെ ഒരു ആക്സിസ് ജോയിൻ ചെയ്യുന്ന ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയയിലേക്ക് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ 3D കഴ്സറിനെ കൊണ്ടാക്കാം. അപ്പൊ മാനുവലി ഇങ്ങനെ കൊണ്ടുവച്ചാല് നമ്മൾ സൂം ചെയ്യുമ്പോൾ അത് തെറ്റിയിട്ടുണ്ടാവും. ശരിയല്ലേ? അല്ല ഇപ്പൊ ഇവിടെ കിടക്കുന്നത്. ഇനി ഞാൻ അവിടെ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഞാൻ സൂം ചെയ്താൽ അതും തെറ്റിയിട്ടുണ്ടാവും. സോ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ 3D കഴ്സറിനെ വേൾഡിന്റെ ഒറിജിനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് എസ് ക്ലിക്ക് ചെയ്യാം. ഷിഫ്റ്റ് എസ് ആണ് അതിന്റെ ഷോർട്ട് കട്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാം. ഇതല്ല ഒബ്ജക്റ്റ് എസ്, അത് ഞാൻ ഷിഫ്റ്റ് എസ് എപ്പോഴും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരാണെങ്കിൽ ഗ്ലോബലി അല്ല, ഇവിടെ നിന്നല്ല, യെസ് ഇവിടെ വരും. 3D കഴ്സർ ഇവിടെ അവിടെ ഉണ്ട്. സ്നാപ്പിൽ വരിക. ഈ ഒബ്ജക്റ്റിൽ സ്നാപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതിലുണ്ട് 3D കഴ്സർ ടു വേൾഡ് ഒറിജിൻ. ഞാൻ ഇങ്ങനെ പറഞ്ഞതിനേക്കാളും ഇപ്പൊ നിങ്ങൾ ഒബ്ജക്റ്റിൽ വന്നിട്ട് സ്നാപ്പിൽ വന്നിട്ട് കഴ്സർ ടു വേൾഡ് ഒറിജിൻ എന്ന് പറഞ്ഞ ഈ സംഭവം ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ട ഈ 3D കൗസ് അവിടെ ഇവിടെ കിടന്നിരുന്ന 3D കഴ്സർ വേൾഡിന്റെ സെന്ററിലേക്ക് വന്നിട്ടുണ്ട്. ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇവിടെയാണ് 3D കഴ്സർ ഇരിക്കുന്നത്. വേൾഡ് ഒറിജിൻ സ്നാപ്പിൽ വന്നിട്ട് കഴ്സർ ടു വേൾഡ് ഒറിജിൻ. അപ്പോൾ ഇവിടെയുള്ള സാധനം ഇവിടെ എത്തി. ഇത് എന്തിനാ ഞാൻ ചെയ്ത് വെച്ചാല് നമ്മൾ സ്കെയിൽ ഡൗൺ ചെയ്യുമ്പോൾ ഇതിപ്പോ അവിടെ കിടന്നിട്ടാണ് സ്കെയിൽ ഡൗൺ ആവുന്നത്. പക്ഷെ നമ്മൾ 3D കഴ്സർ ആണ് നമ്മളെ പിവോട്ട് പോയിന്റ് ആയിട്ട് കാണണമെന്ന് വെച്ചു. അതായത് പിവോട്ട് പോയിന്റ് എന്താണെന്ന് ഞാൻ പറയാം, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമ്മളൊരു ബേസ് പോയിന്റ് പോലെ. അപ്പൊ 3D കഴ്സർ നമ്മൾ ടെമ്പററി പിവോട്ട് പോയിന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടാർഗറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ 3D കഴ്സർ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവത്തിന് ഇങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതൊരു ടാർഗറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇതൊരു ടാർഗറ്റിലാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് എസ് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ഷൻ ടു കഴ്സർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് അങ്ങോട്ട് പോയി. ഇതിപ്പോ ഒരു ടാർഗറ്റ് ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാർഗറ്റിലേക്ക് വരും. കണ്ടില്ലേ? അപ്പൊ ടാർഗറ്റ് യൂസ് ചെയ്യാം. അതേപോലെ നമുക്ക് ഒരു സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ ഈ സ്കെയിലിന്റെ സോഴ്സ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാം. അതായത് ഞാൻ അതിന് നമ്മൾ ഒരു കാര്യം കൂടി മാറ്റാണ്ട്, അത് നമ്മളെ നമ്മളെ കീബോർഡിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡോട്ട് ബട്ടൺ ഉണ്ടല്ലോ, അതായത് നമ്പർ പാഡിലെ ഡോട്ട് ബട്ടൺ, അതല്ലാത്ത നോട്ട് ഇതുണ്ടല്ലോ ഡോട്ട് ബട്ടൺ, നമ്മളെ കോമൺ അടുത്ത് തന്നെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം വരും. ഇങ്ങനെ വരുന്നതിന് പൈമേനു എന്ന് വിളിക്കട്ടോ. ഇവിടെയും ഇവിടെയൊക്കെ ഓരോ ടൂള് വരുന്നതിന് പൈമേനു എന്ന് വിളിക്കുക. ഈ പൈമേനു വന്നു കഴിഞ്ഞാൽ ഈ പൈമേനു പിവോട്ട് പോയിന്റ് പൈമേനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പിവോട്ട് പോയിന്റ്. ഈ പിവോട്ട് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ബേസ് പോയിന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് പിവോട്ട് പോയിന്റ്. അപ്പൊ അതിൽ ഇൻഡിവിജ്വൽ പോയിന്റ് ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആക്റ്റീവ് എലമെന്റ് ഉണ്ട്. ആക്റ്റീവ് സെലക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, ആ ആക്റ്റീവ് സെലക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആക്റ്റീവ് എലമെന്റ് ഉണ്ട്. ഇപ്പൊ ആക്റ്റീവ് സെലക്ഷൻ എടുക്കുന്നതാണ് ആക്റ്റീവ് എലമെന്റ്. അപ്പൊ നമ്മളിവിടെ 3D കഴ്സർ ആണ് സെലക്ട് ചെയ്യുന്നത്. 3D കഴ്സർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരത്തെ ഞാൻ കാണിച്ചു, ഇപ്പൊ മിഡ് പോയിന്റിലാണെങ്കിൽ നേരത്തെ കാണിച്ച പോലെ സ്കെയിൽ ഡൗൺ ചെയ്യുമ്പോൾ അതിന്റെ സെന്ററിലേക്കാണ് സ്കെയിൽ ഡൗൺ സ്കെയിൽ അപ്പ് ഒക്കെ നടക്കുന്നത്. പകരം ഞാൻ ഇവിടെ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഇൻഡിവിജ്വൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിന്റെയും സെന്ററിലേക്ക് ആവുക. അപ്പോ ഇതിലൊക്കെ എന്തൊക്കെ ഒബ്ജക്റ്റ് ഉണ്ടോ അതിന്റെ ഒക്കെ സെന്ററിലേക്ക് ആവുക. കണ്ടോ? ഓരോ ഒബ്ജക്റ്റിന്റെയും സെന്ററിലേക്കാണ് സ്കെയിൽ ഡൗൺ ആവുന്നത്. മനസ്സിലാവുണ്ടല്ലോ? ഇനി 3D കഴ്സർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് 3D കഴ്സർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എന്റെ 3D കഴ്സർ ഇവിടെയാണെങ്കിൽ ഇതിലേക്കാണ് അതിന്റെ ഇത് വരിക. കണ്ട വ്യത്യാസം കണ്ട? അപ്പൊ നമുക്ക് ഒരു സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോ ഒരു സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് അങ്ങോട്ട് സ്കെയിൽ അപ്പ് ആവണതും സ്കെയിൽ ഡൗൺ ആവണതൊക്കെ അതിലേക്കാവും. അപ്പൊ നമ്മളിപ്പോ ഇവിടെയാണ് 3D കഴ്സർ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഒബ്ജക്റ്റ് വരുന്ന സ്നാപ്പിൽ വന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ഷിഫ്റ്റ് എസ് ക്ലിക്ക് ചെയ്യുക. ഷിഫ്റ്റ് എസ് എന്ന് പറഞ്ഞ സ്നാപ്പ് എന്നുള്ളത് മനസ്സിൽ കൂട്ടിയാൽ മതി. ഷിഫ്റ്റ് എസ് ക്ലിക്ക് ചെയ്തിട്ട് കഴ്സർ ടു വേൾഡ് ഒറിജിൻ, ഇതാ ഇവിടെ ഈ ഒന്ന് എന്നുള്ളത് കഴ്സർ ടു വേൾഡ് ഒറിജിൻ. അപ്പൊ കണ്ട അത് ഇങ്ങോട്ട് വന്ന്. ഇനി ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഷിഫ്റ്റ് എസ് ക്ലിക്ക് ചെയ്യാണ്. ആദ്യം തന്നെയാണ് മറ്റു ഓപ്ഷൻ വരുന്നത്, സെലക്ഷൻ ടു കഴ്സർ. അതായത് സെലക്ട് ചെയ്ത സാധനം കഴ്സറിലേക്ക് കൊണ്ടുപോകുക എന്നാണ് അർത്ഥം. കീപ്പ് ഓഫ്സെറ്റ് എന്ന് കൂടി ഉണ്ട്. ഈ കീപ്പ് ഓഫ്സെറ്റും കൂടി നമ്മൾ ക്ലിക്ക് ചെയ്യണം. അല്ലാത്ത സെലക്ഷൻ ടു കഴ്സർ ഇവിടെ ഉണ്ട് ഫസ്റ്റത്തെ, അത് വേണ്ട. നമ്മൾ കീപ്പ് ഓഫ്സെറ്റും കൂടി ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള എല്ലാ ഒബ്ജക്റ്റും അതേ ഓഫ്സെറ്റിൽ തന്നെ നിന്നിട്ട് ഇങ്ങോട്ട് വരും. അതെല്ലാം ചെയ്ത് മറ്റേതൊക്കെ ചെയ്തെന്ന് വെച്ചാൽ ഇത് ഓഫ്സെറ്റ് ഒക്കെ തെറ്റിപ്പോകും.
കണ്ടാ എല്ലാ ഒബ്ജക്റ്റും ഇതിന് സെൻട്രിലേക്ക് വന്നു. പ്ലാൻ മാത്രം ഇങ്ങനെ കിടക്കുന്നുള്ളൂ. അതല്ല വേണ്ടത്, കീപ്പ് ഓഫ്സെറ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് കൃത്യം ആ ഒബ്ജക്റ്റ് ഒക്കെ അതിന്റെ അതേ ഓഫ്സെറ്റ് തന്നെ പ്ലേസ് ആയിട്ട് നമുക്ക് വേൾഡിന്റെ ഒറിജിനിലേക്ക് വരുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഇത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഈ സെൻട്രിലേക്ക് കൊണ്ടുവന്ന കാര്യം മാത്രമേ ഞാൻ ഉദ്ദേശിച്ചത്. ഇതാ ഇങ്ങനെ വെക്കാം. നമ്മളെ ഒബ്ജക്റ്റ് നമുക്ക് സ്കെയിൽ ഡൗൺ ചെയ്യാണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട്. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളിത് 200 മീറ്ററിലാണ് കിടക്കുന്നത്, സോറി MM-ലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് 20 സെന്റിമീറ്റർ മതി. ആ 20 സെന്റിമീറ്ററിലേക്ക് ഞാൻ സ്കെയിൽ ഡൗൺ ചെയ്യാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ഇപ്പൊ എത്രയിലാണ് കിടക്കുന്നത്, 200 അല്ലേ, 200 ആയിരുന്നല്ലോ. യെസ്, 200 സെന്റിമീറ്റർ, അത് 2000 സെന്റിമീറ്റർ. യെസ്, 2000 സെന്റിമീറ്ററിലായിരുന്നു ഇവിടെ കിടന്നിരുന്നത്. അത് അപ്പൊ നമുക്ക് സ്കെയിൽ ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ പോയിന്റ് അതിനനുസരിച്ചുള്ള ഒരു സ്കെയിൽ കൊടുക്കുക. 001 ക്ലിക്ക് ചെയ്തു, എന്റർ അടിച്ചു. ഇപ്പൊ നമ്മളെ സംഭവം സ്കെയിൽ ഡൗൺ ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഡോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നമ്പർ പാഡുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ സെലക്ട് ചെയ്യുക അതിലേക്ക് പെട്ടെന്ന് സൂം ഇൻ ആവും. ഇനി നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ മെഷർമെന്റ് ടൂൾ എടുക്കുക, ഇവിടെ വന്നിട്ട് സ്നാപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, കണ്ടാ 1.99997 സെന്റിമീറ്റർ. ഓ, വളരെ കുറഞ്ഞു. ഞാനത് 2 സെന്റിമീറ്ററിലേക്കാണ് ഇതായത്. അപ്പൊ നമ്മൾ ഒന്ന് പൊക്കുക, ഒന്നുകൂടി വലുതാക്കാം. അതായത് വീണ്ടും ഇവിടെ വന്നിട്ട് സെലക്ഷനിൽ വന്നിട്ട്, അല്ലെങ്കിൽ ഇനിയിപ്പോ ഇതിൽ തന്നെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. മെഷർമെന്റ് ടൂൾ ഉള്ളപ്പോഴും നമുക്ക് സ്കെയിൽ അപ്പ് ചെയ്യാം. എസ് ക്ലിക്ക് ചെയ്യുന്നു, പൊക്കുന്നു, ഒരു 10 പൊക്കുന്നു. കാരണം ഇപ്പൊ 2 സെന്റിമീറ്റർ ഉള്ളത് 20 ആക്കണം. അപ്പൊ 20 into 10, 2 into 10, അതായത് അങ്ങനെ സ്കെയിൽ അപ്പ് ചെയ്തു. ഇനി ചെക്ക് ചെയ്യാം, അപ്പൊ കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പൊ വേണ്ട 19.997. അപ്പൊ നമുക്ക് ഈ പ്രിസിഷൻ ഒക്കെ ഓഫ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിട്ട് ഇത് പ്രിസിഷൻ മാറ്റണമെങ്കിൽ ഇത് ഇതിലെ കാര്യമാണ്. അപ്പൊ എനിക്കൊന്ന് ആനോട്ടേഷനിൽ മാറ്റണം എന്നാണ്. ഇവിടെ പ്രിസിഷൻ മാറ്റാൻ കിലോമീറ്റർ, ടൈം, കെൽവിൻ. ഓക്കെ, ഇതിലല്ല ഇതിന്റെ പ്രശ്നം മാറ്റുക. കാരണം ഇത് ഈ ഡയമെൻഷൻ, ഈ ടൂളും ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് രണ്ടും ഇതിന്റെ അല്ല. അതിന് നമുക്ക് അനോട്ടേഷനിൽ വരണം തോന്നുന്നുണ്ട്. എൻ പാനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ അനോട്ടേഷൻസ് ഉണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ നമുക്ക് അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ സംശയമാണ് എനിക്ക്. റൂളർ ഡാറ്റയാണ് ഈ സംഭവം. ഈ കാണുന്നത് റൂളർ ഡാറ്റയാണ്. അത് ഹൈഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അത് നിങ്ങൾ എന്തായാലും കൂടുതൽ ഡീപ്പിലേക്ക് പോകണ്ട. അത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. നമുക്ക് എന്തായാലും 0.7 ഉള്ളത് ഒഴിവാക്കാൻ പറ്റും. കറക്റ്റ് ഡയമെൻഷൻ ആണെങ്കിൽ ഈ 0.7 വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അത് വലിയ വിഷയമാക്കണ്ട. ഓക്കെ, അത് നമുക്ക് മാറ്റാൻ പറ്റും. ഞാൻ മാറ്റിയിട്ടിരുന്നതിന്റെ ഓർമ്മ. എനിവേ, അതൊരു വിഷയമാക്കണ്ട. എന്തായാലും ഇപ്പൊ 0.9997 എന്ന് പറയുമ്പോൾ 20 സെന്റിമീറ്റർ തന്നെ, ചെറിയൊരു വ്യത്യാസമല്ലേ ഉള്ളൂ. ഒരു 3 എന്താ പറയാ MM ഒന്നും പറയാനില്ല, അത്രയും പോയിന്റിലാണ് എടുക്കുന്നത്. സോ അത് പ്രശ്നമാക്കണ്ട. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ. ഇപ്പൊ നമ്മളെ സ്കെയിൽ കറക്റ്റ് ആയി. ഓക്കെ, അത് കറക്റ്റ് ആയി. ഇപ്പൊ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ ഓഫ് ചെയ്യണം. അപ്പൊ ഇവിടെ വന്നിട്ട് ഈ ഡീസെലക്റ്റിലേക്ക് വരുന്നത്, അപ്പൊ ഓഫ് ആയി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തി. ഇനി നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ യൂണിറ്റ്സ് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്കെയിൽ ഡൗൺ ചെയ്തിട്ടുണ്ട്. സ്കെയിൽ കറക്റ്റ് ആക്കി യൂണിറ്റ് നമ്മൾ സെന്റിമീറ്ററിലേക്ക് മാറ്റി. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം, അഡീഷണൽ ആയിട്ട് പറഞ്ഞ കാര്യം, ഈ ഫിൽറ്ററിൽ വന്നിട്ട് ഈ ഒരു സംഭവം എടുത്തുകൊണ്ടുവന്ന് ടോഗിൾ ഓഫ് ആക്കി ഓൺ ആക്കുക. അപ്പൊ നമുക്ക് സെലക്ട് ചെയ്യാൻ അൺസെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യൂ പോർട്ടിൽ ഈ ബാക്കിൽ കണ്ട ഗ്രിഡ് ഓഫ് ആക്കാം. അതിനൊക്കെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഗ്രിഡ് ഓഫ് ആക്കാം, ഓൺ ആക്കാം, ഫ്ലോറിംഗ് ഓഫ് ആക്കാം, ഓൺ ആക്കാം. അതൊക്കെ നമുക്ക് വഴിയെ പറയാം. പിന്നെ നമ്മൾ ഇന്ത്യയുടെ കാര്യം നേരത്തെ സംസാരിച്ചുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും ചെയ്യാം പെട്ടെന്ന്. അപ്പോ നമ്മള് ഓക്കെ, ഞാൻ ഇവിടെ ഇത് ഓഫ് ചെയ്യണേ, നമ്മളെ ഗ്രിഡ് ഓഫ് ചെയ്യണേ. അപ്പോ ഇതിപ്പോ ടോപ്പ് വ്യൂ ആണെങ്കിൽ കറക്റ്റ് ഗ്രിഡ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഗ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന ഉള്ളിലത്തെ ലൈൻ അടക്കാണ്. അപ്പൊ അതിൽ നമ്മൾ ടോപ്പ് വ്യൂയിൽ തന്നെ വരണം. എന്നിട്ട് ഗ്രിഡ് ഓഫ് ചെയ്ത് പകരം ഞാനിങ്ങനെ സൈഡിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ വേറെ സാധനം വന്നു. ഇത് ഫ്ലോറിംഗ് ആണ്. ഓക്കെ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫ്ലോറിംഗ് കൂടി ഓഫ് ചെയ്താലേ ഈ സംഭവം പോവുള്ളൂ. ടോപ്പിലേക്ക് വന്നാൽ നമുക്ക് ഗ്രിഡ് ഓഫ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് കാണുന്നത്. അപ്പൊ ഞാനിപ്പോ ഗ്രിഡ് തിരിച്ചുകൊണ്ടുവന്ന് എന്നിട്ട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രിഡ് കാണാണ്ടാവില്ല. ഗ്രിഡ് ഓട്ടോമാറ്റിക് അത് ഹൈഡ് ആവും. പക്ഷെ അത് ഓഫ് ആയിട്ടില്ല, ഓട്ടോമാറ്റിക് ഹൈഡ് ആവുന്നതാണ്. അപ്പൊ ഞാൻ ഫ്ലോറിംഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിൽ കാണില്ല, പക്ഷെ ടോപ്പിലേക്ക് വന്നാൽ ഗ്രിഡ് വരും. അപ്പൊ രണ്ടും കളയണമെങ്കിൽ രണ്ടും ഓഫ് ചെയ്യണം. ഗ്രിഡ് ഓഫ് ചെയ്യണം, ഫ്ലോറിംഗ് ഓഫ് ചെയ്യണം. ഗ്രിഡ് ഇപ്പൊ ഓഫ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ ഓഫ് ചെയ്യാം. ഇനി ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പിലും കാണില്ല, സൈഡിലും കാണില്ല. അപ്പൊ ഗ്രിഡും ഫ്ലോറിംഗും രണ്ടുണ്ട്. അതെന്തായാലും ഗ്രിഡിന്റെ തന്നെ സംഭവം രണ്ടും ഒന്ന് തന്നെയാണ് ഏകദേശം. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാൻ മാത്രമേ ഇപ്പൊ കാണുന്നുള്ളൂ വ്യൂ പോർട്ടിൽ. ഓക്കെ, സെലക്ട് ചെയ്യാനും പറ്റില്ല, ആവശ്യത്തിന് കാര്യങ്ങളൊക്കെ ആയി. നമുക്ക് പുതിയൊരു ഒരു ഒരു ഇത് കൊണ്ടുവരാം. എന്താ പറയാ, വാള് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് എവിടെയെങ്കിലും പിടിക്കാം. നമുക്ക് പല രീതിയിൽ ഇത് കൊണ്ടുവരാൻ പറ്റും. ഫ്ലോറിങ് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ്. ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് തന്നെ നമ്മൾ പ്ലെയിൻ, നോർമൽ പ്ലെയിൻ ആയിട്ട് കൊണ്ടുവരിക.
ഒരു പ്ലെയിൻ വന്നിട്ടുണ്ട്. അതിന്റെ ജി ക്ലിക്ക് ചെയ്യുക. ജി ആണ് നമ്മളെ ഇതില് മൂവ് ടൂൾ. ഇപ്പൊ ഇതിൽ കാണുന്ന മൂവ് ഇല്ലേ, അത് ഈ ടൂളിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ടൊക്കെ വെക്കാം. പക്ഷെ അത് കുറച്ച് ടാസ്ക് ആണ്. ഞാൻ പറയുമ്പോൾ സെലക്ഷനിൽ തന്നെ കിടന്ന് നമ്മൾ ജി ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്യുക. ജി ക്ലിക്ക് ചെയ്യുക. ജി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും എവിടെയെങ്കിലും ബേസ് പോയിന്റ് വേണം. അപ്പൊ ബി ക്ലിക്ക് ചെയ്യുക. ബി ആണ് ബേസ് പോയിന്റിന്റെ ഷോർട്ട് കട്ട്. ബി. ജി ക്ലിക്ക് ചെയ്തിട്ട് ബി ക്ലിക്ക് ചെയ്യുക. ബി ക്ലിക്ക് ചെയ്ത ബേസ് പോയിന്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് വേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. അപ്പൊ അവിടെ പ്ലേസ് ആയി ബേസ് പോയിന്റ് അനുസരിച്ച്. ഇനി ഇവിടെ ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ 3D കഴ്സർ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം, സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ എനിക്ക് ഈ ഒരു പ്ലെയിനിനെ ഈ വാളിന്റെ ലെങ്ത് കിട്ടിയാൽ മതി, ഈ വിഡ്ത്ത് കിട്ടിയാൽ മതി. സോ ഞാൻ ആദ്യം നമ്മുടെ 3D കഴ്സർ നമ്മൾ ഇവിടെ കൊണ്ട് സ്നാപ്പ് ചെയ്യാം. 3D കഴ്സർ നമുക്ക് സ്നാപ്പ് ചെയ്യാൻ പറ്റും. സോ നമുക്കിത് ആദ്യം ഓൺ ആവണം, സ്നാപ്പിംഗ് ഓൺ ആവണം. എന്നിട്ട് നമ്മൾ 3D കഴ്സറിനെ ഇങ്ങനെ ഇവിടെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക് അതവിടെ സ്നാപ്പ് ആവും. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ ഡോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ 3D കഴ്സറിൽ തന്നെയാണോ കിടക്കുന്നത് എന്ന് ചെക്ക് ചെയ്യണം. അതല്ല മീഡിയനിലാണെങ്കിൽ ഇപ്പൊ ഞാൻ 3D കഴ്സർ ഇവിടെ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ സ്കെയിൽ ഡൗൺ ചെയ്യുമ്പോൾ അത് അങ്ങോട്ടേ ആവുള്ളൂ, അതിന്റെ സെന്ററിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ഒറിജിൻ സെന്ററിൽ ആയതുകൊണ്ടാണ് ഇപ്പൊ അങ്ങോട്ട് സ്കെയിൽ ഡൗൺ ആണ്. നമ്മുടെ ഒറിജിൻ ഇവിടെ പുറത്താണെന്ന് കൂട്ടിക്കോ. നേരത്തെ പറഞ്ഞിരുന്നു ഒറിജിന്റെ കാര്യം, അത് ഞാൻ മാറ്റി കാണിച്ചു തരാം. അപ്പൊ ഈ ഒറിജിൻ ഇവിടെ കിടക്കുന്നത് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ ഒബ്ജക്റ്റിൽ വന്ന് സെറ്റ് ഒറിജിൻ വന്ന് ഒറിജിൻ ടു 3D കഴ്സർ ക്ലിക്ക് ചെയ്തപ്പോൾ 3D കഴ്സറിലെത്തി ഒറിജിൻ. ഓക്കെ. ഇനി 3D കഴ്സർ കാരണം നിങ്ങൾ വിചാരിക്കേണ്ട, 3D കഴ്സർ ഞാൻ വീണ്ടും മാറ്റി വെക്കാണ്. ഇപ്പൊ 3D കഴ്സർ ഇവിടെയാണ്, നമ്മളെ മീഡിയം ഡാറ്റയിലാണ് ഇപ്പൊ നമ്മുടെ ഇത് കിടക്കുന്നത്. എന്തെന്ന് പറയാ, പിവട്ട് പോയിന്റ്. ഇനി ഞാൻ സ്കെയിൽ ഡൗൺ ചെയ്യുമ്പോൾ ഇതിന്റെ സെന്ററിലേക്ക് അല്ല ആവുക, ഒറിജിൻ എവിടെ കിടക്കണം അങ്ങോട്ടാവുക. കണ്ടാ? അപ്പൊ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളെ പ്ലാൻ ചെയ്ത സമയത്ത് നമ്മളെ പ്ലാനിന്റെ ഒറിജിൻസ് അവിടെയും ഇവിടെയൊക്കെ കിടന്നിരുന്നു. പ്ലാനിന്റെ മാത്രമല്ല ഈ ഫർണിച്ചറിന്റെ എല്ലാം. അപ്പൊ നമ്മൾ ഇങ്ങനെ മീഡിയം വെച്ചിട്ടൊക്കെ സ്കെയിൽ ഡൗൺ ചെയ്യുമ്പോൾ ഒറിജിൻ എവിടെ കിടക്കുന്നത് അതാണ് അതിന്റെ സെന്റർ ആയിട്ട് ഇത് മനസ്സിലാക്കുക. ഈ ഒബ്ജക്റ്റിന്റെ സെന്റർ ഇവിടെ നിന്നാണ് ബ്ലെൻഡർ മനസ്സിലാക്കുക. അപ്പൊ ബ്ലെൻഡറിന് അങ്ങനെ തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒറിജിനെ സെന്ററിലേക്ക് കൊണ്ടുവെക്കുന്നത്. അത് ഈസിയാണ്. നമുക്ക് ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ ഒബ്ജക്റ്റിൽ വരിക, പിന്നെ സെറ്റ് ഒറിജിൻ, പിന്നെ ഒറിജിൻ ടു മാസോ വോളിയോ, ഇത് ഏത് ക്ലിക്ക് ചെയ്താലും കുഴപ്പമില്ല. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്തായാലും നമ്മൾ മാസ് കൊടുക്കാം. വലിയ വ്യത്യാസങ്ങൾ ചില സമയത്ത് മാത്രമേ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. സോ അതാണ് ഒറിജിന്റെ കാര്യം പറഞ്ഞത്. ഇനി എന്തായാലും നമ്മൾ 3D കഴ്സറിന്റെ ഇത് സ്നാപ്പ് ചെയ്ത് ഇവിടെ തന്നെ കൊണ്ടുവച്ച്, എന്നിട്ട് നമ്മൾ ഈ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 3D കഴ്സറിലേക്ക് വരും. കാരണം നമ്മൾ പിവട്ട് പോയിന്റ് 3D കഴ്സർ കൊടുത്താലേ നമുക്ക് ഇത് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പൊ ഞാനിപ്പോ 3D കഴ്സറിലേക്ക് കൊണ്ടുവന്നു. ഇനി എസ് ക്ലിക്ക് ചെയ്യാണ്. എസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ ഒറിജിനലല്ല സ്കെയിൽ ആവണത്, നമ്മൾ 3D കഴ്സറിലേക്കാണ്. അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പൊ സ്കെയിൽ ഡൗൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഇത് ഏത് ആക്സിസിലാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സ്, വൈ, സെഡ് 3 ആക്സിസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് കീബോർഡിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. എക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എക്സ് ആക്സിസിൽ മാത്രമേ സ്കെയിൽ ഡൗൺ സ്കെയിൽ അപ്പ് ആവുള്ളൂ. അപ്പൊ എനിക്ക് ഇവിടെ ഡയറക്റ്റ് ഈസി ആയിട്ട് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്. അത് ഡിലീറ്റ് ചെയ്ത് ഒന്നും കാണിച്ചു തരാം. 3D കഴ്സർ ഇവിടെ ഇരിക്കാൻ നോക്കിക്കോ. ഷിഫ്റ്റ് ചെയ്യാൻ ക്ലിക്ക് ചെയ്തു, ഒരു പ്ലെയിൻ കൊണ്ടുവന്നു. ഇനി ഞാൻ എന്റെ 3D കഴ്സർ ഇവിടെ പ്ലേസ് ചെയ്തു. എന്നിട്ട് ജി ക്ലിക്ക് ചെയ്തു, ബി ക്ലിക്ക് ചെയ്തു, ഇവിടെ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് വീണ്ടും ഒന്നല്ല എക്സ് ക്ലിക്ക് ചെയ്തു, എക്സ് ക്ലിക്ക് ചെയ്തു. പരിപാടി. അതുപോലെ ഞാൻ പെട്ടെന്ന് ഇതാണ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിന് എഡിറ്റ് മോഡ് പറഞ്ഞ ഭാഗമുണ്ട്. എഡിറ്റ് മോഡ്, ഒബ്ജക്റ്റ് മോഡ് ഉണ്ട്, എഡിറ്റ് മോഡ് ഉണ്ട്. അപ്പൊ ഈ ഒബ്ജക്റ്റിനെ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്പ്ലൈൻ ഒക്കെ എഡിറ്റ് ചെയ്യണ പോലെ തന്നെ ഈ എഡിറ്റ് മോഡിലേക്ക് വരണം. ഒബ്ജക്റ്റ് എഡിറ്റ് മോഡിലേക്ക് വന്നു. എന്നിട്ട് ഇവിടെ ഇതിൽ എന്താ പറയുക, വെർട്ടെക്സിന്റെ, ലൈനിന്റെ, ഫേസ് ഉണ്ട്. ഇതാ ഈ 3 കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വെർട്ടെക്സിലാണ്, നമുക്ക് വേണമെങ്കിൽ ലൈനെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ലൈൻ ക്ലിക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് നമ്മുടെ മോട്ടോട് എടുക്കാം, ജി ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് ഒരു ഇ ക്ലിക്ക് ചെയ്യാം. എന്ന് പറഞ്ഞാൽ എക്സ്ട്രൂഡ് ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്ട്രൂഡ് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എക്സ്ട്രൂഡ് ചെയ്തു, ഇവിടെ പ്ലേസ് ചെയ്ത്. അപ്പൊ നമുക്ക് സ്നാപ്പിംഗ് ഓട്ടോമാറ്റിക് കിട്ടുന്നുണ്ട് ഈസി ആയിട്ട്. അപ്പൊ ഇനി ഇവിടെ നമ്മൾ മൂവ് അല്ല ഇവിടെ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യാം. കാരണം ഇവിടെ നമുക്ക് ലൈൻ ആവശ്യമുണ്ട്. വീണ്ടും എക്സ്ട്രൂഡ് ചെയ്തു, ഇവിടെ പ്ലേസ് ചെയ്തു. വീണ്ടും ഇ ക്ലിക്ക് ചെയ്തു, ഇവിടെ പ്ലേസ് ചെയ്തു. ഇ ക്ലിക്ക് ചെയ്തു, ഇ ക്ലിക്ക് ചെയ്തു. ഓക്കെ. ഇങ്ങനെ ഈ വാള് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കൊണ്ടുവെക്കാം ആവശ്യത്തിനനുസരിച്ച്. ഇപ്പൊ നമ്മൾ ഈ പാർട്ടല്ലേ ചെയ്യണുള്ളൂ. അപ്പൊ നമ്മൾ ഇതാ ഇവിടെയും കൂടെയാണ് കൊണ്ടുവച്ചിട്ട് വേണമെങ്കിൽ ഈ ലൈന് ക്ലിക്ക് ചെയ്തിട്ട് ഇനി കൺട്രോൾ സി ക്ലിക്ക് ചെയ്തിട്ട് ഒരു കോപ്പി എടുത്ത് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തിന് നമുക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാം. അതിന് ഷിഫ്റ്റ് ഡി ക്ലിക്ക് ചെയ്താൽ, ഡി ആണ് ഡ്യൂപ്ലിക്കേറ്റ്, ഷിഫ്റ്റ് ഡി ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ സംഭവത്തിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ. ഇപ്പൊ ആ ലൈനിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ ഒരു അറിയാണ്ട് ഞാൻ എന്റെ ആക്സിസ് എന്തോ ക്ലിക്ക് ചെയ്ത്, വൈയോ എന്തോ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഞാൻ എക്സ് തന്നെ ക്ലിക്ക് ചെയ്ത്, ഇപ്പൊ ആക്സിസ് കൃത്യമായി ഇവിടെ കിട്ടി. ഞാൻ വീണ്ടും ഈ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ക്ലിക്ക്. ഓക്കെ. അവിടെ ക്ലീൻ ആയി. ഇവിടെയും കൂടി. ഓക്കെ. അപ്പൊ നമുക്ക് ഏകദേശം വാളിന്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്.
അല്ലെ വാൾ എവിടേക്ക് വരുന്നുണ്ട് എന്നുള്ളത്. ഇനി ഞാൻ എഡിറ്റ്, ഇപ്പൊ നമ്മളെ ടാബ് ക്ലിക്ക് ചെയ്താൽ ഈ ഒബ്ജക്റ്റ് മോഡും എഡിറ്റ് മോഡും അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താക്കാൻ പറ്റും, ഇങ്ങനെ ഈ മോഡുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. ടാബ് ബട്ടൺ, ടാബ് ബട്ടൺ. അപ്പൊ നമ്മൾ ലാസ്റ്റ് എന്തൊക്കെ മോഡുകളാണ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് പറയാ, ഈ കാര്യങ്ങളാണ് യൂസ് ചെയ്തത്, അത് തമ്മിലാണ് മാറുക. രണ്ടെണ്ണം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവും. ഇപ്പൊ നമ്മൾ നോർമലി എഡിറ്റ് മോഡും ഒബ്ജക്ട് മോഡും യൂസ് ചെയ്യാം. സോ ഒബ്ജക്റ്റിലാണെങ്കിൽ ടാബ് ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് മോഡിലേക്ക് പോകും, വീണ്ടും ക്ലിക്ക് ചെയ്താൽ അതിലേക്ക് പോകും. ഞാൻ പകരം വേറെ വെയിറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ടാബ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ എന്റെ എഡിറ്റ് മോഡിലേക്ക് പോകും, വീണ്ടും വെയിറ്റിലേക്ക് വരും. അപ്പൊ നമ്മൾ ലാസ്റ്റ് എന്ത് രണ്ടെണ്ണമാണ് യൂസ് ചെയ്യുന്നത് അതും തമ്മിലാണ് മാറുക. അപ്പൊ ഞാൻ എഡിറ്റ് മോഡിൽ നിന്ന് വീണ്ടും ഒബ്ജക്ട് മോഡിലേക്ക് പോയി, ഇനി ടാബ് ക്ലിക്ക് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സോ ടാബ് ക്ലിക്ക് ചെയ്താൽ മതി എഡിറ്റ് മോഡിലേക്ക് വരണമെങ്കിൽ. എന്നിട്ട് നമ്മൾ ഇത്രയും കാര്യം ചെയ്തു. ഇനി നമ്മൾ എഡിറ്റ് മോഡിലേക്ക് തന്നെ റിട്ടേൺ വന്നു. ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളെ എല്ലാം സെലക്ട് ചെയ്യും. അതായത് നമ്മളിപ്പോ എഡിറ്റ് മോഡിന്റെ ഉള്ളിലാണ്. നമ്മൾ സ്കെച്ചപ്പ് പറയുകയാണെങ്കിൽ സ്കെച്ചപ്പിന്റെ ഒരു ഗ്രൂപ്പിന്റെ ഉള്ളിൽ കയറിയ പോലെയാണ് ഇപ്പൊ ഇത്. അതിന്റെ ഉള്ളിൽ ഗ്രൂപ്പിന്റെ ഉള്ളിൽ കയറിയിട്ട് കൺട്രോൾ ക്ലിക്ക് ചെയ്ത് ആ ഗ്രൂപ്പിന്റെ ഉള്ളിലത്തെ എല്ലാ കാര്യങ്ങളും സെലക്ട് ആവും അല്ലെ. അതേപോലെ നമ്മളിപ്പോ എഡിറ്റ് മോഡിൽ കയറിയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം കാണാനുണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഈ എഡ്ജ് താഴേക്ക് വന്നിട്ടുണ്ട്. ആ എഡ്ജ് നമുക്ക് പൊക്കണം. അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്ത് മാറ്റണം ആദ്യം. കാരണം നമുക്ക് എല്ലാം കൂടി സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പുറത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എഡ്ജ് സെലക്ട് ചെയ്യുക. അപ്പൊ എഡ്ജ് മാത്രം സെലക്ട് ചെയ്തിട്ട് ഇനി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് സ്നാപ്പ് ഉണ്ടാക്കുക. അപ്പൊ പ്രശ്നം മാറി. ഇനി വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പൊ എല്ലാം കൂടി സെലക്ട് ചെയ്യും. നമ്മൾ എല്ലാം കൂടി എക്സ്ട്രൂഡ് ചെയ്യണം മുകളിലേക്ക്. അപ്പൊ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ട ഒരു ഹൈറ്റ് കൊടുക്കുക. 3300 ആണ് കൂട്ടിക്കണം. അപ്പൊ സെന്റിമീറ്റർ ആണല്ലോ. അപ്പൊ 3300 അല്ല, വെറും 330 സെന്റിമീറ്റർ ആണെങ്കിൽ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എക്സ്ട്രൂഡഡ് റീജിയൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ലാസ്റ്റ് ഓപ്പറേഷൻ വന്ന സംഭവം കാണിക്കുന്നുണ്ട്. നമ്മളെ Z ആക്സിസിൽ 3300 പൊക്കിയിട്ടുണ്ട്. അത് മാറ്റിയിട്ട് 330 ക്ലിക്ക് ചെയ്യാം. അപ്പൊ കറക്റ്റ് ആയി. ഓക്കെ. അങ്ങനെ നമ്മൾ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, തെറ്റ് പറ്റിയാലില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ഇവിടെ ഒരു സംഭവം വരും, ഒരു ബോക്സ് വരും. അത് നമ്മളെ ലാസ്റ്റ് എന്താണോ ചെയ്തത് അവിടെ കാണിക്കും. ഇപ്പൊ ഞാനിവിടെ എഡിറ്റ് മോഡിൽ തന്നെ ഇവിടെ ഒരു കാര്യം, എന്താ പറയാ, ഇതിനെ ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരും ഞാൻ എന്ത് ചെയ്തു എന്നുള്ള, എത്ര ഡയമെൻഷനിൽ ചെയ്തു ഇവിടെ കാണിക്കും. അത് നമുക്ക് മാറ്റണമെങ്കിൽ ഇവിടെ അങ്ങനെ മാറ്റി കൊടുത്താൽ അതിനനുസരിച്ച് അവിടെ മാറ്റം വരും. കണ്ടില്ലേ. അപ്പോ എന്താണ് ഇവിടെ 0 ക്ലിക്ക് ചെയ്താൽ അങ്ങോട്ട് തന്നെ പോകും, വീണ്ടും 0. അപ്പൊ ഒന്നേ ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ Z ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കൺട്രോൾ Z ക്ലിക്ക് ചെയ്താലും ബാക്കിലോട്ട് പോകും, അണ്ട് നടക്കും. ഇപ്പൊ നമ്മളിങ്ങനെ ചെയ്തപ്പോ നമ്മൾ ഒറിജിൻ ഇവിടെ സൈഡിലായി. കാരണം നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു റെക്ടാങ്കിൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിങ്ങനെ എഡിറ്റ് മോഡ് വെട്ട് ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ റെക്ടാങ്കിളിന്റെ ആദ്യത്തിൽ ഒറിജിൻ ഇവിടെ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഒറിജിൻ ഇവിടെ. അപ്പൊ നമുക്ക് എപ്പോഴും ഒറിജിൻ ഇങ്ങനെ സെൻട്രൽ വേണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ സ്കെയിൽ ഡൗൺ സ്കെയിൽ അപ്പ് നടക്കുമ്പോൾ ഒറിജിൻ ഫോക്കസ്ഡ് ആയിട്ടാവും മീഡിയനിൽ കിടക്കുക. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് ഭാവിയിൽ പറയാം. എനിവേ, ഒറിജിൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒറിജിൻ കാരണം നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. സ്കെയിൽ അപ്പ് സ്കെയിൽ ഡൗൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവും. അപ്പൊ എപ്പോഴും ഒറിജിൻ ഒരു സൈഡിൽ കിടക്കണേക്കാൾ നല്ലത് ഇവിടെ കിടക്കാൻ വേണ്ടിയിട്ട് ചില കേസിൽ സൈഡിൽ കിടക്കൂട്ടാ. ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മള് ബ്ലെൻഡറിന് പറഞ്ഞു കൊടുക്കണം ഇതിന്റെ സെന്റർ എവിടെയെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഒരു ഡോറാന്ന് കൂട്ടി, ആ ഡോറിന്റെ പിവോട്ട് പോയിന്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഡോർ എന്ന് പറയുമ്പോൾ ഓപ്പൺ ആക്കാനും തുറക്കാനൊക്കെ പറ്റും. ഐ മീൻ ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാനും പറ്റും. അപ്പൊ ക്ലോസ് ചെയ്യുമ്പോഴും അതിന്റെ ഒരു ആക്സസ്, അതിന്റെ നമ്മളെ ഹിഞ്ചസ് വരുന്നത് ഡോറിന്റെ ഈ ഒരു ഭാഗത്താണ്. അപ്പൊ നമുക്ക് നമ്മളെ റൊട്ടേഷൻ, ഞാൻ പറഞ്ഞല്ലോ ഈ സ്കെയില് മാത്രമല്ല, ഒറിജിനല് എന്താ പറയാ ഇതും കിടക്കുന്നുണ്ട്. റൊട്ടേഷനും സ്കെയിലും അതുപോലെ മൂവും, ഈ മൂന്ന് ട്രാൻസ്ഫോർമേഷനും ഒറിജിൻ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഞാൻ അതിന്റെ ഇമ്പോർട്ടൻസ് ഒന്നും കാണിച്ചു തരാം. ആദ്യം ഞാൻ ഇതിന്റെ ഈ വാളിന്റെ എല്ലാത്തിന്റെയും ഒറിജിൻ സെന്ററിൽ കൊണ്ടിട്ട് ഒബ്ജക്റ്റ് സെറ്റ് ഒറിജിൻ വോളിയം ടു മാസ് കൊടുക്കുക. അപ്പൊ സെന്ററിൽ കൊണ്ട് ഇനിയിപ്പോ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഇത് വരുന്നത് വെച്ചോ, ഒരു ഡോർ ഞാൻ ഡമ്മേറ്റ് ഉണ്ടാക്കുകയാണ്. ഒരു ക്ലിക്ക് ചെയ്തിട്ട്, ഇതിപ്പോ എന്താന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും, നോക്കണ്ട. അപ്പോ ഇപ്പൊ കണ്ട, ഇപ്പൊ ഇതിന്റെ ഒറിജിൻ ഇവിടെ തന്നെ എടുക്കുന്നത്. കാരണം ഇതിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കിയ സാധനം ഉണ്ടോ ഞാൻ മാറ്റിയാണ്. ഒബ്ജക്റ്റ് ഡാറ്റ ഒറിജിൻ ഒബ്ജക്റ്റ് ഡാറ്റ. അപ്പൊ കണ്ട ഇപ്പൊ സെന്ററിലേക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ. ഇനി ഞാനിവിടെ 6 ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ, ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പ്രവർത്തിച്ചത്, നമ്മളെ 3D കഴ്സർ ആണ് ഇതിന്റെ പിവോട്ട് പോയിന്റിലേക്ക് എടുക്കുന്നത്. പകരം മീഡിയം ഡാറ്റ ആണെങ്കിൽ കണ്ട ഈ റൊട്ടേഷൻ ഒക്കെ ഈ ഒറിജിൻ ബേസിലാണ് എടുക്കുന്നത്. അപ്പൊ ഒറിജിൻ നമുക്ക് ചില സാഹചര്യത്തിൽ ഡോറൊക്കെ ആണെങ്കിൽ ഈ ഒരു ഏരിയക്ക് കൊണ്ടുവരേണ്ടി വരും. ഇവിടെ എവിടെയെങ്കിലും ഈ ഒരു സൈഡിൽ വെക്കേണ്ടി വരും. കാരണം എങ്ങനെ ഡോർ തുറക്കണം ആ സൈഡിൽ, ഇവിടെയാണോ ഹിഞ്ച് വരുന്നത് അപ്പൊ ആ സൈഡിൽ. അത് നമ്മളെ വർക്കിനനുസരിച്ചിരിക്കും. അത് എന്തുകൊണ്ടാണ് കൂടുതൽ പറയുന്നില്ല, വേണമെങ്കിൽ ജസ്റ്റ് കാണിക്കാം. ഒറിജിൻ ടു 3D കഴ്സർ കൊടുത്താൽ 3D കഴ്സർ അവിടെ ഇരിക്കണം, അങ്ങോട്ട് ഒറിജിൻ വന്ന്. ഇനി 3D കഴ്സർ വേറെ എവിടെ ആണെങ്കിലും ഞാൻ ഈ സാധനം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ
അതാണ് അതിന്റെ ബേസ് വരിക. സെഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സെഡ് ആക്സിസിൽ മാത്രം. അതാണ് ബ്ലെൻഡറിന്റെ ഒരു ഗുണം. നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണം, പ്രത്യേകിച്ച് ട്രാൻസ്ഫോർമേഷൻ, ജി ജി പറയുമ്പോൾ മൂവ്, പിന്നെ അതുപോലെ പിന്നെ എന്താ പറയുക സ്കെയിലിങ്ങോ അല്ലെങ്കിൽ റൊട്ടേറ്റോ, ഈ 3 കാര്യങ്ങൾ ചെയ്യുന്ന നേരത്ത് നമുക്ക് ആക്സിസ് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ആക്സിസ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതായത് XYZ, ഈ 3 ആക്സിസ് നിങ്ങൾക്ക് ഇവിടെ കാണാല്ലേ, XYZ, ഈ 3 ആക്സിസിൽ ഏതെങ്കിലും ഒരു നമ്പർ ഏതെങ്കിലും ലെറ്റർ ക്ലിക്ക് ചെയ്യണമെങ്കിൽ പിന്നെ ആ രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയും, ജി ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ Y ക്ലിക്ക് ചെയ്താൽ Y ആക്സിസിൽ മാത്രമേ പിന്നെ ആവുള്ളൂ. അതുപോലെ ഷിഫ്റ്റ് വൈ ഉണ്ട്, ഷിഫ്റ്റ് വൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ Y ആക്സിസിൽ മാത്രം ആവൂല. അങ്ങനെ കുറെ നമുക്ക് കസ്റ്റം ആയിട്ടുള്ള കുറെ വർക്കുകൾ ഈസി ആക്കാൻ പറ്റും. ഞാൻ അറിഞ്ഞിടത്തോളം ഇപ്പൊ ചില നല്ല ഇന്റർനാഷണൽ വലിയ കമ്പനികളൊക്കെ ബ്ലെൻഡർ യൂസ് ചെയ്ത് വരുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു വർക്ക് ഫ്ലോ ഈസി ആയതുകൊണ്ട്. അത് വൺസ് നിങ്ങൾ യൂസ് ചെയ്ത് ഈസി ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതിന്റെ ഒരു അഡിക്ഷനിലേക്ക് എത്തും. അതായത് മറ്റുള്ള സോഫ്റ്റ്വെയർസിനേക്കാളും നിങ്ങൾക്ക് ഈ വർക്ക് ഫ്ലോ ഈസി ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് ഫീൽ വരും. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി കുറച്ച് കുറച്ച് ചെയ്താൽ മതി. എനിവേ നമ്മളിപ്പോ ഡോറ് ജസ്റ്റ് ഡമ്മി വരച്ചാണ് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഇത്രയും കാര്യങ്ങൾ കിട്ടിയോണ്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കേൾക്കണോ, ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. ഇത്രയും കാര്യം നമ്മൾ വാള് കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. വാളിലേക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനി ബാക്കി നമുക്ക് ഇവിടെ ലിൻഡ് ലൈറ്റ് കാണിക്കണം. പിന്നെ അതുപോലെ ഡോർ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം, അതുപോലെ സോഫ വെക്കാം, TV ഇട്ട് വെക്കാം, സമയം TV ഇട്ട് വെക്കാം, അതുപോലെ ഇവിടെ പ്ലാന്റ് വേണമെങ്കിൽ പ്ലാന്റ് വെക്കാം, എന്തെങ്കിലും അല്ലെങ്കിൽ ടാബ്ലോ വെക്കാം. അങ്ങനെ നമ്മൾ കാര്യങ്ങൾ മെയിൻ ചെയ്യാനുള്ളത്. പിന്നെ സോഫ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ആഡ് ഓണിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ബ്ലെൻഡർ കിറ്റ് എന്നാണ് പേര്. ബ്ലെൻഡർ കിറ്റ് ഒരു ബ്ലെൻഡറിന്റെ സോഫ്റ്റ്വെയർ ഒന്നല്ല, അതായത് ബ്ലെൻഡർ ഇറക്കുന്നതല്ല, പകരം വേറെ ടീം പ്രൈവറ്റ് ആയിട്ട് ഇറക്കുന്നതാണ്. പക്ഷെ അത് ബ്ലെൻഡറിന് ചെറിയ ഡൊണേഷൻ ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡർ കിറ്റ് അതിന് എത്ര പെർസെന്റേജ് ബ്ലെൻഡറിന് ഡൊണേഷൻ കൊടുക്കുന്നതാണ് എന്റെ അറിവ്. അങ്ങനെ കുറെ ആഡ് ഓൺസ് ഒക്കെ ഉണ്ട് ബ്ലെൻഡറുമായി റിലേറ്റ് ചെയ്തിട്ട്. അപ്പൊ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഗൂഗിൾ വന്നിട്ട് സെർച്ച് ചെയ്ത് ബ്ലെൻഡർ കിറ്റ് സെർച്ച് ചെയ്താൽ നമുക്ക് അതിന്റെ ഫയൽ കിട്ടും. അത് ജസ്റ്റ് നേരത്തെ കാണിച്ച പോലെ എഡിറ്റിൽ വരെ പ്രിഫറൻസ് ഏരിയ ഇവിടെ വന്നിട്ട് ഇൻസ്റ്റാൾ ഫ്രോം ഡിസ്ക് കൊടുക്കുക. എന്നിട്ട് എവിടെ ബ്ലെൻഡർ കിറ്റ്, ഇപ്പൊ എന്തെങ്കിലും ഇവിടെ ബ്ലെൻഡർ കിറ്റ് ഉണ്ടാവും മിക്കവാറും. ഇത് രണ്ടും ബ്ലെൻഡർ കിറ്റ് അല്ല, ചിലപ്പോൾ ഡൗൺലോഡ്സിൽ എടുക്കുന്നുണ്ടാവും. ഇവിടെ ബ്ലെൻഡർ കിറ്റ് ഉണ്ടാവും, ബ്ലെൻഡർ ഡാറ്റ. ഇത് സ്കെച്ചപ്പ് ഇമ്പോർട്ടർ ആണ്. അത് ക്ലിക്ക് ചെയ്താൽ എനിക്ക് സ്കെച്ചപ്പ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് വരാം. പക്ഷെ ഇന്നിപ്പോ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കാം. സോ അത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ ബ്ലെൻഡർ കിറ്റ് വേണമെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ബ്ലെൻഡർ കിറ്റ് ഇതിൽ സെർച്ച് ചെയ്തിട്ടുണ്ടോ, ഇത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ബ്ലെൻഡർ അവിടെ ഉണ്ട്, ബ്ലെൻഡർ കിറ്റ് ഉണ്ട്. പക്ഷെ ഇത് ഇൻസ്റ്റാൾ ആവാൻ സംശയമാണ്, കാരണം ഞാൻ ലോഡ് ഫാക്ടറി ഡാറ്റ കൊടുത്തോണ്ട്. ഓക്കെ, ഓക്കെ, അത് വന്നിട്ടുണ്ട് ബ്ലെൻഡർ കിറ്റ്. ഓക്കെ, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ബ്ലെൻഡർ കിറ്റ് പറഞ്ഞാൽ ഇതാണ് ടൂള്. ഇത് ചെറിയൊരു സംഭവമുള്ളൂ. ഇതിൽ നമുക്ക് വേണ്ട സാധനം സെർച്ച് ചെയ്യാം. സോഫ സെർച്ച് ചെയ്യാൻ കുറച്ച് സോഫ ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് കുറച്ച് ലോക്കഡ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ ബേസ് ആണ്. അപ്പൊ നമുക്ക് ഫ്രീ ഫസ്റ്റ് എന്നുള്ള കൊടുക്കുക. ഫ്രീ ഫസ്റ്റ് അത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ഉള്ള ഫസ്റ്റ് വരും. അപ്പൊ ലോക്കലൊക്കെ പോയിട്ട് ഫ്രീ ഉള്ള ഫസ്റ്റ് വരും. അപ്പൊ ഒന്നുകൂടി വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഫ്രീ ഫസ്റ്റ് ഞാൻ ഒന്നും സെർച്ച് ചെയ്തൊന്നുമില്ല, ജസ്റ്റ് ഫ്രീ ഫസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കുറെ സോഫകൾ കിട്ടും. അപ്പൊ സോഫ കൊണ്ടുവരുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ പ്ലെയിൻ ഫ്ലോറിംഗ് ആണ്. ഫ്ലോറിംഗും കൂടി ഒന്ന് ആഡ് ചെയ്യാം. ഫ്ലോറിങ്ങിന് ഞാൻ നേരത്തെ പറഞ്ഞ 3D കഴ്സറിന് ആദ്യം കൊണ്ടുവെക്കാം. 3D കഴ്സറിന് ഞാൻ പറഞ്ഞില്ല, രണ്ട് പ്രവൃത്തി ഞാൻ പറഞ്ഞു, ഒന്ന് ടാർജറ്റും ഒന്ന് സോഴ്സും. അപ്പൊ സോഴ്സ് പോലെ തന്നെ നമുക്കൊരു പുതിയ ഒബ്ജക്റ്റ് കൊണ്ടുവരണമെങ്കിൽ 3D കഴ്സർ അവിടെ ഇരിക്കണം, അവിടെയാണ് പുതിയ ഒബ്ജക്റ്റ്. ബ്ലെൻഡറിനുള്ളിൽ നിന്ന് വരിക. ബ്ലെൻഡറിനുള്ളിൽ എന്ന് പറയുമ്പോൾ ഞാൻ പുതിയൊരു പ്ലെയിൻ കൊണ്ടുവരികയാണ്, ബ്ലെൻഡർ ഉള്ളിൽ നിന്ന് തന്നെ, ഡൗൺലോഡ് ചെയ്യുന്നതല്ല. അപ്പോൾ ഇതിൽ എന്ത് ഡാറ്റ കൊണ്ടുവരുന്നാലും എവിടെ 3D കഴ്സർ ഇരിക്കുന്നത് അവിടെ വരിക ആണ്. 3D കഴ്സർ ഇരിക്കുന്നത് അതിന് സെൻട്രലായിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ കാണിച്ച പോലെ ജി ക്ലിക്ക് ചെയ്ത് അത് സ്നാപ്പിംഗ് ഓൺ ആയതുകൊണ്ട് ഈസി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. എസ് ക്ലിക്ക് ചെയ്തു, വൈ ക്ലിക്ക് ചെയ്തു. വൈ ആണെങ്കിൽ ഇതിൽ ഉണ്ടെന്നോ, എസ് ക്ലിക്ക് ചെയ്തു, എക്സ് ക്ലിക്ക് ചെയ്തു, ഇവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, പ്ലെയിൻ നമ്മളെ ഇതായിട്ടുണ്ട്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നുകൂടി പുറത്തേക്ക് ചടിച്ചിടാം. അപ്പോൾ വീണ്ടും ഇതിൽ സാധനം ഓണാക്കണ്ട. ഓണാക്കി കഴിഞ്ഞാൽ 3D കഴ്സറിന്റെ കൂടെ നമുക്ക് ഓരോ സംഭവം കിട്ടും. മൂവ് ടൂളിന്റെ ഇത് വരും. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് പറയാനുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റിൽ ഇനി പറയുന്നത്. ഇപ്പൊ ഇവിടെ ഫ്ലോറിങ് എത്തി. നമുക്ക് ഡീപ്പായിട്ട് കൊണ്ടും സംസാരിക്കാം ഈ കാര്യങ്ങളൊക്കെ. ഞാൻ എന്തായാലും ഇത് യൂട്യൂബിൽ കൊണ്ടിടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഇപ്പൊ ഇത് പ്ലെയിൻ കണ്ടില്ലേ, പ്ലെയിൻ ആണ്. ഈ സോഫ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ സോഫ ഇമ്പോർട്ട് ചെയ്യാൻ ഒരു നമുക്ക് പറ്റിയൊരു സോഫ. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ആവും. അപ്പോൾ അതിന് നമുക്ക് ഇതിപ്പോ ഞാൻ എന്റെ രീതിക്ക് വർക്ക് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ മിസ് ചെയ്യാം, കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലോഡ് ഫാക്ടറി കൊടുത്തോണ്ട് എന്റെ പല ഷോർട്ട് കട്ട് മിസ്സിംഗ് ആണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ശരിക്കും ഇതിൽ വരുന്നുണ്ട്. എന്തായാലും ഷിഫ്റ്റ് ജി ക്ലിക്ക് ചെയ്ത് കളക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലെ എല്ലാ സംഭവങ്ങളും ഒറ്റയ്ക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് എന്താന്നൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡീപ്പായിട്ട് കുറെ കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഓരോ സംഭവങ്ങളും ഈസി ആക്കാനുള്ള കാര്യങ്ങൾ. ഞാൻ
ഇപ്പൊ എല്ലാം കൂടി പറഞ്ഞാല് ഒന്നും മുന്നോട്ട് പോകില്ല. പിന്നെ നിങ്ങൾക്ക് ഫീൽ വരിക ഞാൻ ഒന്നും ഇന്റീരിയർ ചെയ്തില്ല, പകരം ഫുള്ള് സോഫ്റ്റ്വെയർ മാത്രമേ സംസാരിച്ചുള്ളൂ എന്ന്. അപ്പോ കൂടുതൽ സോഫ്റ്റ്വെയർ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വർക്കൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഫാസ്റ്റിൽ പോവാണ്. അപ്പൊ ഞാൻ ഈ സംഭവം കൊണ്ടുവന്നതിന്റെ ഗുണം കണ്ടില്ലേ, എനിക്ക് മൂവ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി പ്രിസിഷൻ, അല്ലെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ജി ക്ലിക്ക് ചെയ്താലും നടക്കും, അതുപോലെ ചെയ്യാം. പക്ഷെ എനിക്ക് ചില കേസിൽ നമുക്ക് ഇങ്ങനെ ചെയ്യണത് കുറച്ചുകൂടി നല്ലതാണ്. ഓക്കെ, എനിവേ ഞാൻ ഇതിന്റെ ഒരു കോപ്പി ഇങ്ങനെ എടുക്കുകയാണ്. അപ്പൊ ആൾട്ട് ഡി ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് ഡി ക്ലിക്ക് ചെയ്യുക. രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ, ആൾട്ട് ഡി എന്ന് പറയുമ്പോൾ ഇൻസ്റ്റൻസ് ആണ്, മറ്റേത് റിയൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അത് ഒന്ന് എഡിറ്റ് ചെയ്താൽ മറ്റൊന്നും സംഭവിക്കില്ല. കമ്പോണന്റ് പോലെ, ഒന്ന് കമ്പോണന്റ് പോലെ, ഒന്ന് ഗ്രൂപ്പ് പോലെ, സ്കെച്ചപ്പിന്റെ ഭാഷ പോലെയാണെങ്കിൽ. 3ds മാക്സിന്റെ ഭാഷ പറഞ്ഞാൽ ഇൻസ്റ്റൻസ് കോപ്പി ഉണ്ടല്ലോ, നോർമൽ കോപ്പി ഉണ്ടല്ലോ. അപ്പൊ ഇൻസ്റ്റൻസ് കോപ്പിയാണ് ഞാൻ ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ഇത് എഡിറ്റ് ചെയ്താൽ ഇതും മാറും. ഇതിൽ ഞാൻ ഒരു എന്താ പറയാ, ഒരു സോഫക്ക് ഒരു കൊമ്പ് പോലെ എന്തെങ്കിലും ചെയ്യാൻ വെച്ചു കണ്ടോ. അപ്പൊ അതേ കൊമ്പ് ഇവിടെ നടന്നു. അതാണ് ഇൻസ്റ്റൻസിന്റെ കോപ്പീന്റെ കാര്യം. ഓക്കെ, ഇനി ഇവിടെ ഡോറിന്റെ ഫ്രണ്ടിലായി പോയി നമ്മളെ സോഫ, ഡോറല്ല, ഇവിടെ വിൻഡോ ആണ് വരുന്നത്. സോ കുഴപ്പമില്ല. അപ്പോൾ ലിൻഡ് ലൈറ്റ് അതിന്റെ സിൽ ലെവലൊക്കെ കാണിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ സാധനം സെലക്ട് ചെയ്യുക, എഡിറ്റ് മോഡിലേക്ക് വരിക, പിന്നെ കൺട്രോൾ R ക്ലിക്ക് ചെയ്താൽ ഒരു ലൂപ്പ് കിട്ടും. ആ ലൂപ്പ് നമ്മൾ ആദ്യം 0-ൽ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് ജി ജി ക്ലിക്ക് ചെയ്താൽ നമുക്ക് മൂവ് ചെയ്യാം. Z ക്ലിക്ക് ചെയ്താൽ Z ആക്സിസിൽ മൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ലൂപ്പ് നമ്മൾ എത്ര ഒരു 600 അല്ലെങ്കിൽ 60 സെന്റിമീറ്റർ ആണ് കൊടുക്കുക വെച്ചാൽ അങ്ങനെ 70 സെന്റിമീറ്റർ ആണ് നമ്മളെ സിൽ ലെവൽ വെച്ചാൽ 70 കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ 70 കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫേസ് മാത്രം ക്ലിക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് ഈ ഫേസിന്റെ ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഫേസ് മാത്രം ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇതാവും, എന്താ പറയാ, എക്സ്ട്രൂഡ് ആവും. അതേപോലെ നമുക്ക് ഇവിടെ ഒരു സംഭവം വരാണ്ട്. അപ്പൊ ഒരു ലിൻഡ് ലൈറ്റിൽ നമുക്ക് ഒരു സാധനം കൂടി കൊടുക്കാം. അപ്പൊ അവിടെ ഇപ്പൊ 330 കൊടുത്തില്ല ടോട്ടൽ ലൈറ്റ്. ഒന്നെങ്കിൽ അവിടെ കൊടുക്കുക, അതെല്ലാം ശരി വെച്ചാൽ താഴെ കൊടുക്കുക. നിങ്ങളെ ഇഷ്ടം പോലെ താഴെ കൊടുക്കാം. ഇനി ഇവിടുന്ന് താഴെ കൊണ്ടുപോകണമെങ്കിൽ താഴെ കൊണ്ടുപോകാം. അതായത് നമ്മൾ 0-ന്ന് ഒരു 210 ഹൈറ്റിലാണ് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം 0 കിട്ടണം അല്ലെ. അപ്പൊ കൺട്രോൾ R ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ലൂപ്പ് കൊണ്ടുവന്നു. ഇപ്പൊ ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ വരൂല, വരാത്ത കാരണം ഇവിടെ ഒരു സംഭവം ഉള്ളതാണ്. അപ്പൊ C ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി താഴെ കൊണ്ടുവരാം. C എന്ന് പറഞ്ഞാല് നമ്മളെ ഈ കട്ടിന് നമുക്ക് അതൊക്കെ പിന്നീട് പറയണ്ടേ. അപ്പൊ നമുക്ക് താഴെ കൊണ്ടുവരാൻ പറ്റി. ഇനി നമ്മളിപ്പോ 0 ആണ് എടുക്കുന്നത്. ഇനി ക്ലിക്ക് ചെയ്ത് Z ക്ലിക്ക് ചെയ്തിട്ട് 200 210 കൊടുത്തു കഴിഞ്ഞാൽ 210 ഹൈറ്റിലേക്ക് ഈ സംഭവം വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഇതില് ഫേസ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ 1 2 3 ഉണ്ടല്ലോ നമ്മളെ കീബോർഡിൽ QWERന്റെ മുകളിൽ 1 2 3 ഇല്ലേ, ആ കീപാഡിൽ 1 2 3 1 ആണിത്, 2 ആണിത്, 3 ആണിത്. അപ്പൊ ഞാൻ 3 ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് ഇത് വരും. 3ലേക്ക് വന്നു, അതായത് ഫേസിലേക്ക് വന്നു. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഇവിടെ അപ്പൊ നമുക്ക് ബൂളൻ ചെയ്യാൻ തന്നെ ഒരു ഇത് കിട്ടി. എന്തെന്ന് പറയാ, ചില യൂട്യൂബില് ബ്ലെൻഡർ ട്യൂട്ടോറിയല് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ ബൂളൻ ചെയ്യും. ബൂളൻ ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പൊ ആ പരിപാടി നടന്നത് നമ്മൾ സ്കെച്ചപ്പിന്റെ ഒരു മെത്തേഡാണ് ഇപ്പൊ ഇവിടെ ചെയ്തത്. ആ രീതിയിൽ ചെയ്യാം. പിന്നെ ഇതുപോലെ നമ്മളെ കർവ്, നമ്മളെ സ്കേർട്ട്, നമ്മുടെ ഇവിടെയും വരല്ലോ ലിൻഡലിന്റെ ഭാഗത്ത്. അപ്പൊ ഇത് ഫുൾ ഓപ്പൺ ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട്. എന്നാലും നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മളെ നേരത്തെ ലൂപ്പിന്റെ ബാക്കി ഇവിടെയുണ്ട്. അപ്പൊ ഇവിടെ 3 ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഫേസ് സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ ഇത് നടന്നു. അപ്പൊ നമുക്കൊരു വാളിന്റെ സ്ട്രക്ചർ ഓൾമോസ്റ്റ് ആയി. ഇനി ഇവിടെ TV പാനലാണ് വരേണ്ടത്. അപ്പൊ ഞാൻ സംസാരിച്ചിട്ട് സമയം കളയുന്നില്ല, അത് നമുക്കിപ്പോ ചെയ്യും വേണ്ട. പിന്നെ ഡോറിന്റെ കേസ്, ഡോർ നമ്മളെ കയ്യിൽ ഫയൽ ഉണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ഡോറിന്റെ ഏരിയയിൽ ഇത് ശരിക്കും ഒരു ആർക്കിട്രേ വേണം, അത്യാവശ്യം സ്പേസ് കാണണ്ടല്ലോ. അപ്പൊ ഡോർ ഇല്ല, ഇവിടെ ഓപ്പൺ ആണ്. ഇവിടെ വിൻഡോ വരുന്നുണ്ട്. വിൻഡോക്ക് നമുക്ക് ഇതില് വിൻഡോ സെർച്ച് ചെയ്താൽ കിട്ടുക ചെയ്യും, പക്ഷെ നമ്മളെ നാട്ടിലത്തെ വിൻഡോ കിട്ടല് കുറച്ച് കുറവാണ്. ഞാൻ അല്ലെങ്കിൽ തന്നെ പൈസ കൊടുക്കും വേണം, സബ്സ്ക്രിപ്ഷൻ പൈസ ആയതുകൊണ്ട്. നല്ല വിൻഡോ കിട്ടണമെങ്കിൽ കുഴപ്പമില്ല, ഇതിൽ നമ്മളെ നാട്ടിലത്തെ കുറവാണ്. പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. അപ്പൊ അതുപോലത്തെ സ്ലൈഡിങ്ങോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നമ്മളെ വുഡൊക്കെ ആണെങ്കിൽ വെച്ചാൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച് പോകണം. അപ്പൊ എന്തായാലും ഞാൻ സ്കെച്ചപ്പിന്റെ ഒക്കെ ചില വിൻഡോസ് ആണ് യൂസ് ചെയ്യാറ്. സ്കെച്ചപ്പിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് എഡിറ്റ് ഒക്കെ ചെയ്ത് നല്ല ക്വാളിറ്റിയിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത സംഭവം ഉണ്ട്, വിൻഡോസ് ഉണ്ട് കുറച്ച്. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടാക്കാനുള്ളൂ. വിൻഡോന്റെ ഐസ്റ്റ് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു വിൻഡോ എടുത്ത് പ്ലേസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തായാലും അധികം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനിയും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുള്ളൊരു ഫീൽ എന്റെ മനസ്സിലുണ്ട്. ടൈം വെറുതെ ബോറടിക്കും നിങ്ങൾക്ക്. ഇപ്പൊ ഇത് കണ്ട, ഇപ്പൊ ഇത്രയും നമ്മൾ ചെയ്തു. ഒരു വിൻഡോ പ്ലേസ് ചെയ്യാണ്. ആ വിൻഡോയുടെ ഷേപ്പും സൈസും ഒന്നും ശരിയല്ല. അപ്പോൾ നമ്മളതിന് ഷിഫ്റ്റ് G ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ മാത്രം ഫുൾ സെലക്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഫുൾ സെലക്ട് ഉദ്ദേശിക്കുന്നത് ചില ഒരു വിൻഡോ വരുമ്പോൾ അതിന്റെ ഓരോ ഒബ്ജക്റ്റും വേറെ വേറെ ആയിട്ടും മിക്കവാറും വരും. ചില കേസിൽ വിൻഡോ മാത്രമല്ല, എന്താണെങ്കിലും അതിന്റെ ഒബ്ജക്റ്റുകളൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. ഇതിപ്പോ പ്രശ്നമൊന്നും കാണില്ല.
പിന്നെ ഇതിന്റെ ഒരു MT ഉണ്ട്. MT ആണ് അതിന്റെ പാരന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു പാരന്റിങ് പ്ലാൻ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ പാരന്റിങ്ങിന്റെ കാര്യം സംസാരിച്ചു. അതേ സാധനം തന്നെയാണ് ഈ കാണുന്നത്. ഒരു പാരന്റ് ആയിട്ട് വർക്ക് ചെയ്യും. അത് ഞാൻ പിന്നീട് സംസാരിക്കാം, കൂടുതൽ ടൈം കളയാൻ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വിൻഡോ ഷിഫ്റ്റ് G ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വിത്ത് പാരന്റും കൂടി സെലക്ട് ആവും. ആണോ, പാരന്റ് തന്നെ MT, ആ ലൈനും കൂടി സെലക്ട് ചെയ്യും. അത് ഞാൻ പിന്നീട് പറയാം എന്താന്നുള്ളത്. സംഭവം വലിയ സംഭവമൊന്നുമല്ല. അത് സ്കെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പോയിന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആദ്യം B ക്ലിക്ക് ചെയ്യാം. B ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു ബേസ് പോയിന്റ് എടുക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും സ്കെയിൽ ചെയ്യാം. അപ്പൊ കൃത്യം ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെയും കൂടി ഇനി ഫിൽ ആവണ്ട. അപ്പൊ ഞാൻ ആദ്യം 3D കഴ്സറിനെ ഇവിടെ കൊണ്ടുവക്കട്ടെ. 3D കഴ്സറിനെ കൊണ്ടുവച്ചു, ഈ കോർണറിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ഇപ്പൊ 3D കഴ്സറിലല്ല ഇത് കിടക്കുന്നത്, സ്നാപ്പ് കിടക്കുന്നത്, അല്ലെങ്കിൽ പിവോട്ട് പോയിന്റ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ആക്സിസ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ കിട്ടണം. ഇവിടെ കിട്ടണമെങ്കിൽ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുക, ഡോട്ട് ക്ലിക്ക് ചെയ്യുക, 3D കഴ്സർ ക്ലിക്ക് ചെയ്യുക. അപ്പൊ 3D കഴ്സറിലേക്ക് ഈ സംഭവങ്ങൾ വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണമെങ്കിലും ഇതാണ് സോഴ്സ്. അപ്പൊ S ക്ലിക്ക് ചെയ്യുന്നു, B ക്ലിക്ക് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പൊ കൃത്യമായിട്ട് അവിടെ വന്ന് വീണ്ടും നമുക്ക് ഇനി ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, അതിന് താഴേക്ക് കൊണ്ടുവരാം. G ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക്. ചിലതൊക്കെ ഓട്ടോമാറ്റിക് സ്നാപ്പ് ആവും. ഇനി വേണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ടാക്കണമെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ താത്തി കൊടുക്കുക ആവശ്യമുള്ള പോലെ. ഇനി മുകളിലേക്ക് സ്കെയിൽ അപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ 3D കഴ്സർ കൂടെ കൊണ്ടാക്കുക, S ക്ലിക്ക് ചെയ്യുക, Z ക്ലിക്ക് ചെയ്യുക, B കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഏത് ഏരിയ ആണോ പൊക്കേണ്ടത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം. ഇനി നമുക്ക് റെൻഡറിങ് ഒക്കെ വരുന്നുണ്ട്. Z ക്ലിക്ക് ചെയ്തിട്ട് റെൻഡർ മോഡിലേക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാം. പക്ഷെ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ ഒന്ന് ലോഡിങ്. ഇപ്പൊ എന്താ വെച്ചാൽ ഒന്നാമത് കുറച്ച് സെറ്റിംഗ്സ് ഒക്കെ മാറ്റാണ്ട്. ഇത് PV യിലാണ് എടുക്കുന്നത്, സൈക്കിളിലേക്ക് വരണം. അപ്പൊ ഞാൻ ലോഡ് ഫാക്ടറി ഡാറ്റ കൊടുത്തോണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ബാക്കിലോട്ട് വന്നത്. അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഇവിടെ വരിക. ഈ CPU മാറ്റി GPU ആക്കണം. എൻ്റെ ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്. അപ്പൊ ഗ്രാഫിക്സ് കാർഡ് ഉള്ളവർ അങ്ങനെ ആക്കണം. പിന്നെ എഡിറ്റ് പ്രിഫറൻസ് വന്നിട്ട് സിസ്റ്റത്തിൽ വന്നിട്ട് ഇവിടെ ഒപ്റ്റിക്സ് എടുത്തിട്ട് NVIDIA സെലക്ട് ചെയ്യണം. അതിപ്പോ എൻ്റെ ഓൾറെഡി സേവ്ഡ് ആണ്. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇനിയിപ്പോ ലൈറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ ആകെ ഇട്ട്. അപ്പൊ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ആദ്യം 3D കഴ്സറിനോട് കൊണ്ടുവച്ച് ഷിഫ്റ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ലൈറ്റിൽ വന്ന് സൺ എടുത്ത് കഴിഞ്ഞാൽ സണ്ണിന്റെ പവറിനനുസരിച്ച് അങ്ങനെ വരും. അപ്പൊ സണ്ണിന്റെ റൊട്ടേഷൻ ഏരിയ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് മാറ്റി കൊടുക്കാം. സണ്ണിന്റെ പവർ പോരെങ്കിൽ സണ്ണിന്റെ സെറ്റിംഗ്സ് വന്നിട്ട് ഒരു 10 കൊടുത്ത് ഭയങ്കരവും അങ്ങനെ കൊടുക്കാം. ഇപ്പൊ തന്നെ അത്യാവശ്യം റിയാലിറ്റി വന്നില്ലേ. സണ്ണിന്റെ ഇതൊക്കെ ഞാൻ കുറച്ച് മാറ്റിയിട്ട് പിന്നെ മുകളിൽ സീലിംഗ് കൊടുത്താൽ പിന്നെ വിൻഡോന്റെ മുകളിൽ മാത്രമേ വരുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെയുള്ള ഫ്ലോറിങ് കോപ്പി ചെയ്യണം. ഷിഫ്റ്റ് D ക്ലിക്ക് ചെയ്തിട്ട് മുകളിലേക്ക് കൊണ്ടുവച്ചു Z-ൽ. ഇപ്പൊ നമുക്ക് ഫ്ലോറിന്റെ ഉള്ളിൽ നോക്കാം. ഓക്കെ, അത്യാവശ്യം ഒരു വെയിൽ വരുന്നുണ്ട് ഉള്ളിലേക്ക്. പിന്നെ ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ സെറ്റിംഗ്സ് ഒക്കെ മാറ്റി കഴിഞ്ഞാൽ ഒന്നുകൂടി ബെറ്റർ ആവും. ലൈറ്റ് പാത്തിൽ 32 ഫുൾ ആംബിയൻസ് ഫുൾ ഇലുമിനേഷൻ കൊടുത്തു. പിന്നെ എക്സ്പോഷർ കൂട്ടി കൊടുത്താലൊക്കെ സണ്ണിന്റെ ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടാൻ വേണമെങ്കിൽ പിന്നെ ഫിലിമിക് ആക്കിയ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് വരും. എക്സ്പോഷർ വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ അത്യാവശ്യം കാര്യങ്ങൾ ഇപ്പൊ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. ഡീനോയിസിങ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ നോയ്സ് ഒക്കെ ഓഫ് ആവും. അപ്പോ ഡീനോയിസിങ് ഉണ്ട്. വ്യൂ പോർട്ടിൽ ഡീനോയ്സ് ഓൺ ആക്കി. അത്യാവശ്യം നോയ്സ് ഒക്കെ പോയി. പിന്നെ ഇതിലായിരുന്നു വേണ്ട, ഒരു 100 കൊടുത്താലും മതി. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റാണ്ട്. അപ്പൊ അതൊക്കെ മാറ്റി കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല ഔട്ട് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായില്ലേ? ബാക്കി ഞാൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾക്ക് ബോറടിക്കുന്നുള്ള ഫീൽ എനിക്കുണ്ട്. സോ നിങ്ങളൊന്ന് അഭിപ്രായം പറയൂ. ഫസ്റ്റ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് കുറെ ആൾക്കാർ പോയിട്ടുണ്ട്. മിൻഹാജ് ബ്രോ ലൈവിലുണ്ട്, അരുണും ഉണ്ട്. നിങ്ങൾ എന്നുള്ള ആരെങ്കിലും ഒരാള്? മിൻഹാജ് ബ്രോ പറയൂ. കേൾക്കുന്നില്ല കേട്ടോ, അവിടെ ഒന്നും കേൾക്കുന്നില്ല. അതുപോലെ അരുൺ ഒന്ന് പറയണം. ഹലോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഡെസ്ക്ടോപ്പ് ആണ്, മൈക്ക് ഇല്ല. അരുണ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒരു കമന്റ് അടിച്ചോ അരുണെ. മിൻഹാജ് ബ്രോ ഒന്ന് സംസാരിക്കോ? ഉറങ്ങിപ്പോയാ? ഒന്നും പറയുന്നില്ല, കേൾക്കുന്നില്ല. അല്ലെങ്കിൽ വോയിസ് അയച്ചെന്നാ മതി കോൾ കഴിഞ്ഞിട്ട്. എന്തോ കേൾക്കുന്നില്ല. സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ഇവിടെ ഒന്നും കേൾക്കുന്നില്ല. മൈക്കിന് എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, ഇത്രയും നേരം എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നത്. കാരണം ഓൾറെഡി ലേറ്റ് ആയി, 12 മണിയായി. മനസ്സിലായി, കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ, അത് ക്ലിയർ ആക്കാം. മിൻഹാജ് ബ്രോന്റെ സൗണ്ട് ഹലോ കേൾക്കാം. ഹലോ കേൾക്കാം കേൾക്കാം.
ഹലോ കേൾക്കാം, കേൾക്കാനുണ്ട്. ഹലോ കേൾക്കാം, കേൾക്കാം, കേൾക്കാൻ പറ്റുന്നുണ്ട്. ആ കേൾക്കാൻ പറ്റും. ഓക്കെ. ആ എന്തായാലും ഇപ്പോ പറഞ്ഞു കയറുന്നത് അപ്പൊ കുറച്ച് ഡൗട്ടിന്റെ കാര്യങ്ങളുണ്ട്. എന്തായാലും ചെയ്തു നോക്കട്ടെ അതേപോലെ. ആ ആ ആ. അപ്പോ എന്തായാലും മൊത്തത്തില് ഇംപ്രസ്ഡ് ആണോ? സോഫ്റ്റ്വെയർ ഇംപ്രസ്ഡ് ആണോ? എന്തായാലും ആ, പിന്നെ നൂറ് ക്ലാസ് അടിപൊളിയാണ്. ആ ക്ലാസ് മാത്രല്ല, അത് ക്ലാസ്സും താങ്ക് യു. അതുപോലെ നമ്മളെ സോഫ്റ്റ്വെയറിനോട് ഒരു ഇംപ്രഷൻ വന്നില്ലേ നമ്മൾ പറഞ്ഞു തരുമ്പോ അതിന്റെ ഒരു ഇത്. എന്തായാലും ഇപ്പൊ ചെയ്ത് നോക്കട്ടെ വർക്ക് ചെയ്ത്. ആ അതെ അതെ. അതായത് ഫസ്റ്റ് വെണ്ടർ കണ്ടപ്പോ ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പൊ ഇപ്പൊ കുറെ കാര്യങ്ങൾ മനസ്സിലായാലും പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് വന്നിരിക്കും. ആ അതന്നെ, അത് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും. അപ്പൊ ഓക്കെ, നിങ്ങള് ഗ്രൂപ്പില് നാളെ ഒരു ഇത് തന്നാ മതി, ഒപ്പീനിയൻ. ഹലോ നിങ്ങൾ നാളെ രാവിലെ അല്ല ഇന്ന് രാത്രി എപ്പോഴേലും ഒരു ഒപ്പീനിയൻ ഇട്ട് കഴിഞ്ഞാല് ഇപ്പൊ പലർക്കും ഒന്നാമത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ഓ കുറച്ച് ലേറ്റ് ആയി പോയി. ഗ്രൂപ്പിൽ ഒന്ന് ഒപ്പീനിയൻ ഇടുക. പിന്നെ കുറച്ചുപേര് ഇന്നലെ ഉണ്ടായ അല്ല, നേരത്തെ ഉണ്ടായ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പകുതിയിൽ പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ചിലപ്പോ തരും ഒപ്പീനിയൻ. അപ്പോ ഓക്കെ, എന്തായാലും സന്തോഷം. അരുൺ എന്തോ ലാസ്റ്റ് അയച്ചു, ഞാൻ കണ്ടില്ല. അപ്പൊ എവിടെ മെസ്സേജ് കാണാം, എന്തോന്ന് എവിടെയോ എഴുതി. ആ മെസ്സേജ് ഓക്കെ, ക്ലിയർ ആണ്. ഡ്യൂ ടു നെറ്റ്വർക്ക്. മഷ്മിത പോയത് നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം. അൺനോൺ ആർട്ടിസ്റ്റ് കുറെ നേരം ഉണ്ടായി. 11:30 അടുത്ത ക്ലാസ്സിന് ജോയിൻ ചെയ്യാ പറഞ്ഞു പോയി. അരുണ് മൈക്കില്ല, മനസ്സിലായി, ചെയ്ത് നോക്കണം. മൗസ് ട്രാക്കിംഗ് ഓപ്ഷൻ കൊണ്ടുവരാൻ പറ്റുമോ? മൗസ് ട്രാക്കിംഗ് ഗൂഗിൾ മീറ്റ്, ഗൂഗിളോ മീറ്റ്. മൗസ് മൂവ്മെന്റ് കാണുന്നില്ല, അതെന്താ? എന്റെ മൗസ് ഞാൻ ഇവിടെ ട്രാക്ക് ചെയ്യുന്നത് കാണുന്നില്ലേ? ഓക്കെ ഓക്കെ. ചെറിയ സ്ക്രീൻ ആയതുകൊണ്ട് അത്ര കാണുന്നുണ്ടല്ലോ. ക്ലിയർ ഉണ്ടാവും. ചിലപ്പോൾ സ്ക്രീൻ ചെറുതായതുകൊണ്ട് കാണാത്തതാണോ എന്തോന്നറിയില്ല. അത് അരുണ് പേഴ്സൺ ആയിട്ട് എന്താ വെച്ചാൽ അതെ. പറഞ്ഞാൽ മതി. ഓക്കെ. പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അത് നമുക്ക് ശരിയാക്കാം. ഇതിപ്പോ ബേസിക് അല്ലേ, ഇനി നമുക്ക് ശരിയാക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾ താങ്ക് യു, ഇത്ര നേരം ഇരുന്നല്ലോ. ഓക്കെ, അപ്പൊ ഇനി ബാക്കി പറയണ്ടല്ലോ, ഇന്ന് ഇത്ര നിർത്തല്ലേ? ഓക്കെ താങ്ക് യു.